always, in all things and everywhere, I am more than a conqueror through Jesus Christ. കരമുയർത്തി എന്ന് പറഞ്ഞാണ് എല്ലായിടത്തും. Lift your hands up and say, in all things, എല്ലായ്പ്പോഴും, all times, യേശു ക്രിസ്തുവിൽ, in Christ, ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കും. I am more than a conqueror. ഹല്ലേലൂയ. Hallelujah. പിതാവേ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, Thank you, Father, for your യേശുവേ, love. അങ്ങയുടെ കൃപയ്ക്കായിട്ട്, Jesus, for your grace. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൂട്ടായ്മയ്ക്കായിട്ട്, Holy Spirit, for your fellowship. ഈ വൈകിയ വേളയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. We thank you for that. ലോകമെമ്പാടും ഈ സമയത്ത് People who are seeing us ഈ worldwide, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ ഈ വചനത്താൽ അനുഗ്രഹിക്കുന്നു. we bless you all by this word. ഈ മിനിറ്റുകളിൽ Right in these minutes, പിതാവിന്റെ സ്നേഹവും the love of the Father, പുത്രന്റെ കൃപയും the grace of Jesus Christ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും and the fellowship of the Holy Spirit, പരിധിയില്ലാതെ let it beyond measure. ഞങ്ങൾക്ക് വേണ്ടി വ്യാപിക്കുന്നതിനായിട്ട് സ്തോത്രം. Thank you that it spreads beyond measure for ഓരോ us. ഹൃദയങ്ങളെയും അവിടുന്ന് തുറന്നാട്ടെ. Open every heart, Lord. ഇന്നും നാളെയും മറ്റന്നാളുമായി As we are having the prayer today, tomorrow, and the ലണ്ടൻ after. കേന്ദ്രീകരിച്ച് നടക്കുന്ന മീറ്റിംഗുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. We pray for the meetings which are in London for these 3 days. യേശുവിൻ നാമത്തിൽ In the mighty name of Jesus. അനേകർക്ക് വിടുതലായി തീരട്ടെ. Let it be a deliverance for many. പിതാവിന്റെ സ്നേഹത്തെയും Let the people know the പുത്രന്റെ Father's കൃപയെയും love, the grace of Jesus പരിശുദ്ധാത്മാവിന്റെ Christ, കൂട്ടായ്മയെയും and the fellowship of the Holy Spirit. അനുഭവിപ്പാൻ Let the people ഞങ്ങൾക്ക് തരുന്ന experience. കൃപയ്ക്കായിട്ട് നന്ദി. Thank you that you are giving us experience to understand Amen. these things. Amen. കരങ്ങളെ ചേർത്തടിച്ച് യേശുവിനെ Clap ആരാധന. your hands and give him സ്വസ്ഥാനങ്ങളിൽ glory. ഇരുന്നാണ് പ്രിയം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് ഏറ്റവും നിരാശ തരുന്നതും പ്രത്യാശ തരുന്നതുമായ 2 കാര്യങ്ങൾ യേശു സംസാരിക്കുകയാണ്. Now in John 14, Jesus says about 2 things which causes a loss of disappointment and some expectation for the disciple. ഡിസപ്പോയിന്റ്മെന്റ് കൊടുത്ത അല്ലെങ്കിൽ നിരാശ നൽകിയ വാക്കിതാണ്, ഞാൻ നിങ്ങളെ വിട്ടു പോകുവാൻ പോകുന്നു. The disappointed verses were, I am going to leave you. രണ്ടാമത്തെ ഏറ്റവും സന്തോഷം തരുന്ന വാർത്തയാണ്, ഞാൻ പോയാലും മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളുടെ ഇടയിലേക്ക് The കടന്നു. other thing what Jesus said was, even if I go, I'm sending you another one in one place, in my place. ഈ 2 വിഷയം 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും വിശദീകരിച്ച് പറയുകയാണ്. This is explained in John 14 and John 16. നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, അവർ നമ്മെ പോലെ ഒന്നാകണം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഹൃദയമാണ്. It is the God's heart which says, let them be one like us. ദൈവത്തെ പോലെ, നമ്മെ പോലെ, When God says like us, അവരാകേണ്ടതിന്, let them be one like us. നമ്മെ പോലെ ആകണമെങ്കിൽ നാം എങ്ങനെയാണെന്ന് അറിയണം. If they have to be one like us, then they have to know what our ദൈവത്തെ പോലെ relationship is. ആകണമെങ്കിൽ ദൈവം എങ്ങനെയാണെന്ന് അറിയണം. If you have to be one like God, you have to know who God is. ട്രയൂൺ യൂണിയനാണ് ദൈവം, ത്രിയേക ഐക്യമാണ് ദൈവം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പരിലസിക്കുന്ന അടങ്ങാനാവാത്ത സന്തോഷത്തിന്റെ, നിർത്താനാവാത്ത പ്രമോദത്തിന്റെ ആ വലിയ സ്ഥലമാണ് ദൈവം, അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന സ്ഥലം. The place where God lives, or the Godhead is the Father, the Son and the Holy Spirit in complete love and relationship between one another. എല്ലാവരുടെയും വലിയ ഒരു ആഗ്രഹമാണ് ഈ ദൈവത്തെ അറിയണമെന്നുള്ളത്. Everyone wants to know who this God is. ഈ ആഗ്രഹം യേശുവിന്റെ അരിമശിഷ്യനായ പീലിപ്പോസ് പ്രകടിപ്പിക്കുകയാണ്. Now Philip wanted to know who God was, or who the Father was. ഞാൻ ഇവിടെ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. John chapter 14 verse 7 onwards. 6 മുതലുള്ള വാക്യങ്ങൾ, അതിൽ 7-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നെ അറിയുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. പീലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ഇത്ര കാലം നിന്നോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എന്ത്? 10-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന
വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. If you go to John 14:7-10, it says, "If you had known me, you should have known my Father also. From henceforth you know him and you have seen him." And then Philip says, "Lord, show us the Father, it is sufficient for us." Jesus says unto him, "Have I been so long time with you, and yes, you are asking that you don't know? Philip, he that has seen me has seen the Father. And how sayest thou then, show us the Father? Believe you thou that I am in the Father, and the Father is in me? The words that I speak unto you, I speak not of myself, but the Father that dwells in me, he does the works." Hallelujah. Hallelujah. ഇവിടെ ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൺ ആൻഡ് ഫാദർ, മാർക്കാനാവാത്ത, വേർപെടുത്താനാവാത്ത പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഈ വാക്യത്തിൽ നമ്മൾ What you കാണുന്നത്. can see here is the inseparable relationship between the Father and the Son. 10ാമത്തെ വാക്യം കൂടെ ശ്രദ്ധിക്കുക. Look at ഞാൻ verse 10. പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? Now here it says that believe me that I am in the Father and the Father is in me. 11ാമത്തെ വാക്യത്തിന്റെ തുടക്കം നോക്കുക. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ. Now it says in John 14:11 it says, "Believe me that I am in the Father and the Father is in me." ഞാൻ പിതാവിലാണ്, പിതാവ് എന്നിലാണ്. I am in the Father and the Father is in me. യോഹന്നാൻ 14:11 ഞാൻ വായിച്ചത്. ദയവായിട്ട് വാക്യം എല്ലാവരും അടിവരയിട്ട് ശ്രദ്ധിക്കുക. Look at John 14:11, that's what we have read. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. I am in the Father and the Father is in me. എന്നെ കൂടാതെ പിതാവിനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. Without knowing me, you would not know the Father. പിതാവിനെ കൂടാതെ എന്നെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. Without knowing the Father, you would not know me. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. I am in the Father and the Father is in me. ഇവിടെ യേശു പറയുന്നത് ഞാൻ പിതാവിലാണ്, പക്ഷെ പിതാവ് വേറെയാണെന്നല്ല. ഞാൻ പിതാവിലായിരിക്കുന്ന പോലെ തന്നെ പിതാവ് എന്നിലുമാണ്. As I am in the Father, Jesus says, the Father is in me. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. യോഹന്നാൻ 14:11 ആ വാക്യം. This is John 14:11. ഞാൻ പിതാവിലും I am in the Father. പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ. He says, believe me that I am in the Father and the Father is in me. ഹല്ലേലൂയ. Hallelujah. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. Sometimes we have difficulty in understanding this. പക്ഷേ ഇത് ആദ്യം മുതൽ എടുത്തു വന്ന് വളരെ എളുപ്പത്തിൽ But if മനസ്സിലാക്കാം. you understand it from the very beginning, it's quite easy. ഏറ്റവും വലിയ രഹസ്യമാണ് ത്രിയേകത്വം. The mystery, the greatest mystery is the Trinity. ഏറ്റവും വലിയ ദൈവ രഹസ്യമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർക്കിടയിലുള്ള ബന്ധം. The greatest mystery of God is the Father, Son and the Holy Spirit and the relationship between them. ഇത് മനസ്സിലാക്കുന്നതിലൂടെ നാം ഇതിലേക്കാണ് പ്രവേശിക്കുന്നത്. Once we understand the Father, Son and the Holy Spirit, we enter into them. ഫിലിപ്പോസിന് നമ്മുടെ പോലെ ചോദ്യമുണ്ട്. Now Philip asked the same way as how we ask. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. He says, "Lord, show us the Father." പിതാവ് എന്നിലാണെങ്കിൽ, Now Jesus says, if the Father is in me, എന്നിലൂടെ അല്ലാതെ എങ്ങനെ പിതാവിനെ കാണാൻ കഴിയും? if the Father is in me, then you can see the Father only through me. അതാ ഇവിടെ യേശു പറയുന്നത്. That is what Jesus says. ഫിലിപ്പോസ് അവനോട് കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ അത് ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. Philip says, "Lord, show us the Father, it is sufficient for us." യേശു അവനോട്, And Jesus says, ഞാൻ ഇത്ര കാലം നിന്നോട് കൂടെ ഇരുന്നിട്ടും നീ അറിയുന്നില്ലയോ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. So Jesus says to Philip, "Who has seen me has seen the Father." കരമടിച്ചൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തു. Clap your hands and എന്നെ give him glory. കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. The one who has seen me has seen the Father. ഞാൻ പിതാവിനെ കാണിച്ചിരിക്കുന്നു എന്ന ചിന്ത ബൈബിളിലുണ്ട്. There is a verse there is something which says that I show the Father. പക്ഷെ ഇവിടെ പറയുന്നത് എന്നെ കണ്ടവൻ. But here it says, whoever has seen me പിതാവിനെ കണ്ടിരിക്കുന്നു. has seen the Father. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഒന്ന് കേൾക്ക്. ഞാൻ പിതാവിനെ കാണിച്ചു തരാം, അതവിടെ നിൽക്കട്ടെ. It is not that I will show you the Father. എന്നിലൂടെ നിങ്ങൾ പിതാവിനെ അറിയും, അതവിടെ നിൽക്കട്ടെ. Wait, that you can understand the Father better when you see me. ഞാൻ പിതാവിനെ കുറിച്ച് പറഞ്ഞു തരാം, അതും അവിടെ നിൽക്കട്ടെ. Let it wait that I will tell you about the Father as well. പക്ഷെ ഇവിടെ പറയുന്നത് എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. Now here what Jesus says is, whoever has seen me has seen the Father. എന്ന് പറഞ്ഞാൽ ഫിലിപ്പോസേ,
That means what he says is, Philip, ഞങ്ങൾ രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ്. even though we are two different personalities, പക്ഷെ നിനക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. you would not be able to differentiate. ഏതാ പിതാവ് ഏതാ പുത്രനെന്ന് You won't differentiate who the Father is and who the Son is. നിനക്ക് തിരിക്കാൻ കഴിയാതെ വണ്ണം ഞങ്ങൾ ഒന്നായിരിക്കുന്നു. You cannot differentiate between the Father and the Son. They are one, but two different personalities. ഹല്ലേലൂയ. നമുക്ക് എത്രയായാലും രണ്ടു പേരെങ്ങനെയോ ഒന്നായിരിക്കുന്നെന്നുള്ള ചിന്ത വരും. We would always wonder, how can two people become one? എത്രയായാലും ഒന്നാവുകയില്ല. How can two become one? ഞങ്ങൾ രണ്ട് വ്യക്തികളാണ്. We two are two different people. ഞങ്ങളെ കാണണമെങ്കിൽ രണ്ടുപേരെയും കാണണം. When you see us, you're seeing both of us. എന്നെ കണ്ട ഡോക്ടറെ കണ്ട പോലെ ആവത്തില്ല. It doesn't mean that when you see this brother, you're seeing me. ഡോക്ടറെ കണ്ട എന്നെ കണ്ട പോലെ ആകത്തില്ല. It doesn't mean that when you see me, you see him. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ അങ്ങനെ? Have you ever heard anyone say like that? ഞാൻ ഡോക്ടറെ കണ്ടു ബ്രദറിനെ കണ്ടെന്ന്. Has anyone said when they see me, they have seen him? ഭാര്യയെ ഞാൻ കണ്ടു പക്ഷെ ഭർത്താവിനെ കണ്ടെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? Does anyone say, I've seen your wife, but I see you as well in the wife? നമ്മളെ ഇരട്ടകളെയൊക്കെ നോക്കിയിട്ട് പറയും അവളെ പോലെ ഇരിക്കുന്നു കേട്ടോ. We see twins and we say, they look similar. അവനെ പോലെ ഇരിക്കുന്നു കേട്ടോ. But we say they look similar. പക്ഷേ But ഈ ഇരട്ടകൾക്ക് രണ്ടിനും ചിന്തയ്ക്ക് വ്യത്യാസമുണ്ട്. even the twins think differently. എന്നാൽ ചിന്ത വ്യത്യാസമില്ലാതെ, But here the thoughts are the same. രൂപത്തിൽ വ്യത്യാസമില്ലാതെ, The form is the same. ആശയത്തിൽ The വ്യത്യാസമില്ലാതെ. thoughts are the same. നിങ്ങൾക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നതിന്റെ. This is great depth in this. ഹല്ലേലൂയ. Hallelujah. എല്ലാ അർത്ഥത്തിലും In all meaning, പിതാവിലുള്ളത് എന്നിലുണ്ട്. whatever was there in the Father is there in the Son. പുത്രനുള്ളത് എന്നിലുണ്ടെന്ന് പിതാവ് പറയുന്നു. And the Father says, whatever is there in the Son is there in me. എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. Jesus says, whoever sees me has seen the Father. അത്രമാത്രം പിതാവുമായി ഇഴുകി കലർന്നാണ് പുത്രൻ നിന്നത്. He is so in the Father. ഹല്ലേലൂയ. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. You can't separate the two. ഹല്ലേലൂയ. ഇത് മൂന്നാല് എടുത്ത് പറഞ്ഞിട്ടും ഫിലിപ്പോസിന് മനസ്സിലാകുന്നില്ല. Now it has been said a few times, but even then Philip doesn't understand. രണ്ട് വ്യക്തികളാണ് എന്നിട്ട് പറയുന്നു ഒരാളെ കണ്ടാൽ മതി മറ്റേ ആളെ കണ്ടെന്ന്. Now here there are two different personalities, but they say if you see me, that is enough. You have seen the Father. പിതാവ് വേറെ പുത്രൻ വേറെ. But the Father is different, the Son is different. പുത്രൻ വെള്ളത്തിൽ നിൽക്കുന്നു, പിതാവ് സ്വർഗ്ഗത്തിൽ സംസാരിക്കുന്നു. When the Son is being baptized, the Father is speaking from above. വെള്ളത്തിലോട്ട് വരുന്നതിന് മുമ്പ് സ്വർഗ്ഗത്തിൽ റെക്കോർഡ് ചെയ്ത് സൗണ്ട് വെച്ചിട്ട് സമയമായപ്പോ ഓണാക്കിച്ചതല്ല. It is not that it was recorded that when he stood in the water, the recorded sound was played. ഞാൻ കറക്റ്റ് വെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് ഓൺ ചെയ്യണമെന്ന് ദൂതനെ ഏൽപ്പിച്ചിട്ട് വന്നതല്ല. It was not that the angel was ordered, the voice was already recorded and the angel was ordered to play it when he was in the സംസാരിക്കാൻ water. ഒരു വ്യക്തി സ്വർഗ്ഗത്തിലുണ്ട്. There was a person who spoke from above. വെള്ളത്തിൽ നിൽക്കാൻ വേറൊരു വ്യക്തിയുണ്ട്. There's another person who was standing in the water. പ്രാവെന്ന പോലെ ഇറങ്ങി വരാൻ വേറൊരു വ്യക്തിയുണ്ട്. And there was someone who came down as the dove as well. That was another personality. മൂന്ന് വ്യക്തിത്വങ്ങൾ അവിടെ. That is three different പിതാവും personalities. പുത്രനും You പരിശുദ്ധാത്മാവും. can see the Father, the Son and the Three Holy Spirit. persons. These are three persons. പക്ഷെ ഇവിടെ പറയുന്നു But here it says, എന്നെ കണ്ട പിതാവിനെ കണ്ട പോലെയാ. that Jesus says, he who has seen me has seen the Father. Amen. ഹല്ലേലൂയ. Hallelujah. ഞാനും പിതാവും ഒന്നാകുന്നു. Jesus says, I and the Father are one. ഫിലിപ്പോസിന് മനസ്സിലാകുന്നില്ല. Philip doesn't understand. ഫിലിപ്പോസ് പറയാ എന്നെ കാണിച്ചു തരണമേ. Philip says, show me the Father. ഞങ്ങളെ ഫിലിപ്പോസിന് തന്നെ ഒരു അഭിപ്രായമല്ല, ഞങ്ങൾക്ക് എന്നാ പറയുന്നത്, ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് അത് മതി. Philip says, show us the Father, and that is sufficient for us. യേശുവിനോട് And Jesus says, ഇത്രയും കാലം ഞാൻ നിന്നോട് കൂടെ ഇരുന്നിട്ടും have I been so long with you, നീ എന്നെ അറിയുന്നില്ലയോ, and yet you have not known നീ എന്നെ me? കാണുന്നില്ലയോ എന്നല്ല. It is not that haven't you seen me? നീ എന്നെ അറിയുന്നില്ലയോ. It says, he says, haven't you നീ known എന്നെ me? എന്നും കാണുന്നുണ്ട്, You're seeing me daily, പക്ഷെ നീ എന്നെ അറിയുന്നില്ല. but you are not knowing me. കാണുകയല്ല അറിയുക. Seeing is not knowing. കണ്ടാ നിനക്ക് തോന്നും വേറെയാന്ന്, പക്ഷെ അറിഞ്ഞാ നിനക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ട് ഒന്നാന്ന്. When you see me, Oh! different. But when you know me, you know that I and the Father are one.
രണ്ടാന്ന് കണ്ടാ തോന്നും, When you see it is two different പക്ഷെ people. അറിഞ്ഞാ മനസ്സിലാകും ഇത് രണ്ടല്ല ഒന്നാണ്. But if you know me, you will know that I and the Father are one. കാഴ്ചയിൽ രണ്ടാ, Yeah, when you see, we are two. പക്ഷെ അവസ്ഥയിൽ ഒന്നാ. But in the circumstance or we are one. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഹല്ലേലൂയ. എന്തോ ഡെപ്താ അതിന്റെ. ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് പൊക്കെ എന്റെ പുറകെ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. Jesus says, without me no one shall see the Father. അപ്പൊ വേഴ്സ് 6 നോക്കുമ്പം പിതാവിന്റെ അടുക്കലേക്ക് എത്തിക്കുന്ന ഒരാളാണ് യേശു. When you look at verse 6, Jesus is the one who takes you to the Father. അപ്പോൾ നമുക്ക് വന്ന് യേശു വഴിയായിട്ട് പിതാവിന്റെ അടുക്കൽ പോയി പിതാവിനെ കാണാനാ. Now what we think is you have to go through Jesus to see the Then you can see Father. the Father. അതാ തോന്നുന്നേ. That is പക്ഷെ what we താഴേക്ക് mean. വരുമ്പോ പറയാണ് But when we look at it in the next verse, it says, verse 7, verse 7, നിങ്ങൾ കാണുക അറിയുക, ഈ രണ്ട് പദം ഈ ചാപ്റ്ററിൽ അടിവരയിട്ട് പഠിക്കണം. you have to know the difference between seeing and knowing. Seeing is different from knowing and knowing is different from seeing. Amen. ഹല്ലേലൂയ. Amen. ഇവിടെ രണ്ടാ പദം മാറി മാറി ഉപയോഗിക്കുന്ന കാണാം. You can Verse see 7 being നോക്ക്. changed. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നുവെങ്കിൽ. നിങ്ങൾ എന്നെ കണ്ടു എങ്കിലല്ല, നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ നിങ്ങൾ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. In verse 7 it says, if you had known me, you would have known my Father. എന്നിട്ട് പറയും, Not if you had seen me. ഇന്നു മുതൽ നിങ്ങൾ എന്നെ അറിയുന്നു. And he says, from henceforth you know him, you have seen him. നിങ്ങൾ എങ്ങനെ എന്നെ അറിയുന്നു? How you know me? നിങ്ങൾക്ക് എന്നെ അറിയാം, You know me, നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, you're seeing me, പക്ഷെ നിങ്ങൾ എന്നെ അറിയുന്നില്ല. but you're not knowing me. നിങ്ങൾക്കുള്ള അറിവ് ഇന്ന് മാറും. Today it's going to change. That's why it says ഇന്നു മുതൽ. from henceforth. Verse 7, 14 verse 7. Go to 14 verse 7. John 14 verse 7. John യോഹന്നാൻ 14 7. 14:7 നാല് കാര്യമാണ്. Information, revelation, inspiration and illumination. These are four things. ഇത് നാല് നമുക്ക് ഉണ്ടെങ്കിലേ ഈ ഗോഡിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. Unless we have these four things, we do not understand God. You need information. One is you need information. But information without revelation is vain. അറിവുണ്ട് പക്ഷെ വെളിപ്പാടില്ലെങ്കിൽ അറിവുകൊണ്ട് ഒരു കാര്യമില്ല. If you have the information but no revelation, that information is of no use. Why they crucified Jesus? Why did they crucify him? അവർ എന്തുകൊണ്ട് യേശുവിനെ ക്രൂശിച്ചു? Why did they crucify Jesus? They have information. The information was there. അറിവുണ്ട്. The information was there. But that അറിവ് എങ്ങോട്ട് പോകുന്നില്ല, റെവലേഷനിലേക്ക് പോകുന്നില്ല. That information did not become revelation. That's why. അതുകൊണ്ട് അത് ഇലുമിനേഷൻ ആകുന്നില്ല. So that doesn't become illumination. ഇലുമിനേഷൻ ആകാതെ അത് ഇൻസ്പിറേഷൻ ആവത്തില്ല. And without it being illuminated, it doesn't become an inspiration. പ്രചോദനമാകാതെ പ്രകാശനമാവില്ല. Without illumination, it doesn't become inspiration. Hallelujah. You will see him and you will know him. Allah. You will know him and you will see him. നിങ്ങൾ അവനെ അറിയും. You will know him ഇന്നു മുതൽ. henceforth. അവിടെ verse 7. John 14 verse 7. Go to John 14:7. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. Henceforth you know him എന്നിട്ട് പറയുക, and have അവനെ കണ്ടുമിരിക്കുന്നു. seen him. ക്വസ്റ്റ്യൻ എന്നാ? What is the question here? പിതാവിനെ കാണിച്ചു തരാമോ? The question here, what Philip said was, can you show us the Father? എന്നാ ഞങ്ങൾ അവനെ അറിയും. And then we will know him. യേശു പറയുന്നു, Jesus says, നടക്കില്ല. that doesn't work. അറിയേ, You know first, എന്നാൽ നിനക്ക് കാണാം. then you can see. എന്നെ അറിയണം. You have to know me. എന്നെ അറിയണം. You have to know me first. Oh, come on. Hallelujah. Hallelujah. അതാ verse 9 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. That is what is explained in verse 9. Verse 9. It is explained in verse 9. പീലിപ്പോസിനെ കണ്ടാ മതി. Philip only wants to see. See verse 8 വായിച്ചോ. Verse 8. Verse 8, 14:8. 14 verse 8.
Philip said unto him, Lord, പിതാവിനെ show us the Father. അറിയൊന്നും വേണ്ട, കാണിച്ചാൽ മതി. Just show us the Father, that is sufficient for us. യേശുവിന്റെ മറുപടി, And Jesus says, യേശു അവനോട്, ഫിലിപ്പോസേ, Philip, ഞാൻ നിന്നോട് കൂടെ ഇത്ര നാളും ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? have I been with you so long and yet you have not known me? ചോദ്യം, കാണിക്കാമോ? Philip only asked, show me. ജീസസ് പറയുന്നു, അറിയുന്നില്ലേ? And Jesus says, haven't you known me? എന്നെ അറിയുന്നില്ലേ? He says, haven't you known me? അല്ല, കാണിക്കാതെ എങ്ങനെ അറിയും? But without showing, how can you know? അറിഞ്ഞാലേ കാണാൻ പറ്റൂ. But here, unless you know, you can't see. നീ വേൾഡ്ലി റലത്തിൽ വെച്ച് ഹെവൻലി റലത്തെ പിടിക്കാൻ പോലെ. Don't try to catch the heavenly realm with the worldly just realm. opposite ആയത്. It is just the opposite. ഫിലിപ്പോസ് വേൾഡ്ലി റലത്തെ എന്നോട് പറയാണ്, Now I want to see the Father. Philip stands in the worldly realm and he says, show me the Father. Information. Give me the information so that I can see. That is the Father's information, so that I can see the Father. When your information is turning into the revelation, there you will start the real inspiration and the real illumination begins. Amen. അവിടെയാണ്. From there you will see. ഇത് പൗലോസിന് സെയിന്റ് പീറ്റർക്ക് വിശുദ്ധ പത്രോസിന് ഉണ്ടായത് ഇൻസ്പിറേഷനാണ്. What Peter had was inspiration. ഇൻസ്പിറേഷൻ ആണ് ഉൾക്കാഴ്ചയിലേക്ക്, ഇലുമിനേഷനിലേക്ക് നമ്മെ നയിക്കുന്നത്. That inspiration led him to illumination. അത് തുടങ്ങുന്നത് റെവലേഷനിൽ നിന്നാണ്. And that starts from revelation. ഉദാഹരണം പറയാം ഈസി ആയിട്ട്. ഓക്കെ, ഫിലിപ്പിന്റെ കൈസരിയിൽ പീറ്റർ നിൽക്കുകയാണ്. Now Peter stands. ഓക്കെ, ജീസസ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ പറ്റി ആരെന്ന് പറയുന്നു? And Jesus asks Peter, who do you say I am? ഇൻഫർമേഷൻ പറയുന്നു. That is information. എന്താ ഇൻഫർമേഷൻ? ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകനാ, മറ്റു ചിലർ പറയുന്നു ഏലിയാവാ, വേറെ ചിലർ പറയുന്നു കരച്ചിലിന്റെ പ്രവാചകൻ, കണ്ണീരുള്ള യെരമ്യാവാ. Some say that you are John the Baptist, some say you are Jeremiah. This is all information. This is the information. But Peter is getting into the another realm. But Peter gets into another realm. മലയാളം പറ, ഞാൻ ഇംഗ്ലീഷ് പറയും, മലയാളം പറ. Peter is getting into the another realm. പത്രോസ് മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നു. Peter gets into another realm. പത്രോസ് കയറുന്ന വേറൊരു തലം ഏതാണ്? And which is the other realm that Peter gets into? ഇത് ലോകം നിൽക്കുന്ന 4 ലെവൽസ് ആണ്. There are 4 levels in which the world stands. 4 സ്റ്റെപ്സ് ആണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഈ സ്റ്റെപ്സിലൂടെ കയറാൻ പറ്റും. We can get into these 4 steps. ഇൻഫർമേഷന്റെ സ്റ്റെപ്പ്. One is information. Living a life under information. That is a life that you live under the information. ഡോക്ടറുടെ ഇൻഫർമേഷൻ കയ്യിലുണ്ട്. You have the doctor's information with you. സോളിസിറ്ററുടെ ഇൻഫർമേഷൻ കയ്യിലുണ്ട്. You have the solicitor's information. അല്ലേ? അവിടുത്തെ ഇൻഫർമേഷൻ കയ്യിലുണ്ട്. So these are the information that you have. Living a life under information. This is a life that you live under information. ബയോപ്സിയുടെ ഇൻഫർമേഷൻ കയ്യിലുണ്ട്. You have the information of the biopsy. മെഡിക്കൽ ഇൻഫർമേഷൻ തലയിലുണ്ട്. നേഴ്സാ. When you are a nurse, you have the medical information in your head. ഡോക്ടർ മെഡിക്കൽ ഇൻഫർമേഷൻ തലയിലുണ്ട്. When you are a അസ്ഥി അങ്ങനെ doctor, പോകുന്നു. you know where the bones are. ഇതിനകത്ത് മുഴുവൻ അതാ. അസ്ഥി അങ്ങനെ പോകുന്നു, ഇവിടെ ജോയിന്റ് ഇങ്ങനെ വരുന്നു, അത് അങ്ങനെ ആ സിംപ്റ്റം കാണുന്നെങ്കിൽ ഇങ്ങനെ രോഗമാണ്. ഇതാണ് ഇൻഫർമേഷൻ. That is information what you know when you have learned the thing. പീറ്റർ ഇൻഫർമേഷനിലാണ് നിൽക്കുന്നത്. Peter stands in the information. The whole humanity ഇൻഫർമേഷനിലാണ് നിൽക്കുന്നത്. The whole humanity stands in information. പീറ്റർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പിതാവ് തുറന്നു കൊടുക്കുന്നു. And the Father opens up the next step. അതാണ് പീറ്റർ പറയുന്നത്. That is what Peter says. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. You are Christ, the Son of the living God. ഇവിടുന്നാണ് കർത്താവ് പറയുന്നത്. And from here Jesus says, ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തി it is തന്നത്. not flesh and blood which has revealed this to you. ഫ്ലഷും ബ്ലഡും മാക്സിമം കൊണ്ടുപോകുന്ന ഇൻഫർമേഷൻ വരെയാ. The flesh and blood can take you maximum up to the level of information. But spirit, It's the spirit. flesh and blood can maximum lead you into the information. Amen. Into the intellectual information. Amen. ഇൻഫർമേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. Now flesh and blood can take you to the information. ഇനി രണ്ടാമത്തെ നോക്കിയോ. But the spirit. But the spirit. Hallelujah. Heavenly Father is spirit. That Father can connect your spirit. ആ പ്രോസസ്സിൽ നമുക്ക് ഉണ്ടാകുന്നത് റെവലേഷൻ. When the Father can connect you to the spirit, then what you have is revelation. ഇപ്പൊ പീറ്ററിന് ഉണ്ടായത് അതാണ്.
What Peter had here was revelation. ജഡരക്തങ്ങളല്ല. It is not flesh and blood. സ്വർഗ്ഗസ്ഥനായ പിതാവ് നിനക്ക് റിവീൽ ചെയ്തിരിക്കുന്നു. But Jesus says it's the heavenly Father. അൺവെയിൽ ചെയ്തിരിക്കുന്നു. It is the heavenly Father which is unveiled or revealed this to you. ഒരു കർട്ടന്റെ പുറകിലുള്ള കാര്യമായി റെവലേഷൻ. Revelation is what is behind the curtain. കർട്ടന്റെ മുമ്പിലുള്ള കാര്യമായി ഇൻഫർമേഷൻ. What is in front of the curtain is information. കർട്ടൻ മാറി. When the curtain is unveiled, നിനക്ക് റെവലേഷൻ തുടങ്ങിയിരിക്കുന്നു. and then the revelation starts. സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. So Jesus says, my heavenly Father has revealed this to you. Okay, now you can step into the third realm. Now the third realm is ഇൻസ്പിറേഷൻ. inspiration. അതാണ് പത്രോസിനോട് കർത്താവ് പറയുന്നത്. That is where Jesus tells Peter, നീ അറിഞ്ഞു, നീ കണ്ടു. that is where he says in ഇനി you have seen and you have known and you have seen. ഇനി അടുത്ത പറയാണ്, The next step is നീ അഴിക്കപ്പെടും. what you break will be broken. നീ കെട്ടുന്നത് കെട്ടപ്പെടും. What you bind will be bound. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. He says, I give you the kingdom of heaven, the keys of the kingdom of heaven. ഭാഗ്യവാൻ നീ. ഇതാ illumination and inspiration. So this is illumination and inspiration. You are the blessed Simon Peter, you are the blessed one. You are the blessed one. Inspiring. That is called inspiration. Inspiration കൊടുക്കുക. He's giving inspiration. Illumination കൊടുക്കുക. And he's giving him പ്രകാശനവും പ്രചോദനവും വെളിപ്പാടും അറിവും. That is knowing and revelation and illumination and inspiration. ഇവിടെ പീറ്ററിന് ഉണ്ടായ കാര്യം ഫിലിപ്പിന് ഉണ്ടാകുന്നില്ല. What Peter had, Philip doesn't have here. ഫിലിപ്പ് ഇൻഫർമേഷൻ നിൽക്കുക. Philip stands in information. ഇൻഫർമേഷൻ എന്നോട് ചോദിക്കുകയാണ്, പിതാവിനെ കാണിച്ചു തരാമോ? And he stands in information and he says, can you show me the Father? കർത്താവ് പറയാ, ഇന്നു മുതൽ നിങ്ങൾ പിതാവിനെ അറിയും. Jesus says, henceforth you will know the Father. നിങ്ങൾ ഇന്ന് മുതൽ ഏഴാം ജോൺ 14:7 യോഹന്നാൻ സുവിശേഷം 14:7 വചനം It says John 14:7. John 14:7 ഏഴാമത്തെ വചനം. From henceforth, ഇന്ന് മുതൽ, from henceforth, ഇന്ന് മുതൽ, from right now. ഇത്രയും നാളുണ്ട്. Now there was these times നീ എന്നെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. you were seeing me. ഇന്ന് മുതൽ, Now from now henceforth നിങ്ങൾ അവനെ അറിയും. you will know him. നിങ്ങൾ അവനെ അറിയുന്നു. And have seen him. ഓക്കെ, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. And have seen him, he says. ഓർക്കണം, ഇതേ കാര്യമാണ് യോഹന്നാൻ 1 പറയുന്നത്. ദൈവത്തെ ആരും ഒരു നാളും. And this is what it says in John 1, no one has ever seen God. അറിയാലോ വാക്യം? എടുക്കണം, എടുക്കണം. മിണ്ടുന്നില്ല. കാശുവില്ല, ഞാൻ തരാനുണ്ടോ? ഓക്കെ, John 1:18. Go to John 1:18. യോഹന്നാൻ 1:18. ദൈവത്തെ ആരും. John 1:18. No man has ever seen God at any time. എന്നിട്ട് അവിടെ തന്നെ വചനം. യോഹന്നാൻ 1:18 പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. No man has ever seen God. 14 John 14:8 പറയുന്നു, ഇന്നു മുതൽ നിങ്ങൾ അവനെ കാണും. And here in John 14:8 it says, from henceforth you have seen him. രണ്ട് വാക്യം ഒന്ന് ക്ലബ് ചെയ്ത് വെക്കാം, എന്നിട്ട് അത് വായിക്കാം. ജോൺ ആദ്യത്തെ ഏതാണ്? ജോൺ 1:18 പറയുന്നു, പിതാവിനെ ആരും. In John 1:18 it says, no one has seen God. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ തന്റെ മടിയിരിക്കുന്ന ആ വാക്യം ഒന്ന് വായിച്ചു വേണമെങ്കിൽ. ജോൺ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഓക്കെ, പിതാവിന്റെ മടിയിരിക്കുന്ന. ഓക്കെ, ജോൺ 14:7 അല്ലേ? John 14:7. ഓക്കെ, ഡോക്ടർ ഇത് രണ്ടും കൂടെ വായിച്ചു, അപ്പം ഈസിയാവും. No man has seen God at any time. ജോൺ 1:18 പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. The only begotten Son which is in the bosom of the Father. ഒരു നാളും ആരും കാണാത്ത പിതാവിനെയാണ് ഇപ്പൊ ആര് കാണണമെന്ന് പറയുന്നേ? ഫിലിപ്പ്. Now no one has ever seen God at any time, and now Philip says he wants to see God. ഹലോ, ഒന്ന് മിണ്ടിക്കേ. ആമേൻ, ആമേൻ, Amen. ഉറക്കെ പറ ആമേൻ. Amen. ഹല്ലേലൂയ. കരമൊന്ന് ചേർത്തടിച്ചത് യേശുവിന് ആരാധന. Clap your hands and give glory. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah.
No one has ever seen Father. It says no one has ever seen God at any time. ഒരു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. No one has seen God at any time. അപ്പൊ ഈ ദൈവത്തെയാണ് ആര് കാണണമെന്ന് പറയുന്നത്? Now the same God Philip wants to see. ഫിലിപ്പ് പറയുകയാണ് ഈ ദൈവത്തെ എനിക്ക് കാണണം. Now Philip says he wants to see this God. അപ്പൊ കർത്താവിന്റെ മറുപടി, Now Jesus says, നിങ്ങൾ എന്നെ അറിയുന്നുവെങ്കിൽ if you have known me, എന്റെ പിതാവിനെ അറിയുമായിരുന്നു. you would have known my Father. ഇന്നു മുതൽ And henceforth നിങ്ങൾ അവനെ അറിയുന്നു, you know him അവനെ കണ്ടുമിരിക്കുന്നു. and have seen him. മേളി പറഞ്ഞു ആരും കണ്ടിട്ടില്ല. In one place it says ഇവിടെ പറയും no one നിങ്ങൾ has അവനെ seen. കണ്ടുമിരിക്കുന്നു. Here Jesus says you Oh. have seen him. ഇല്ല ആരും കണ്ടിട്ടില്ല. On one side it says no one has seen God. ജോൺ 1:8 ഞാൻ രണ്ട് വാക്ക് അതിനു വേണ്ടി ഇത് കോപ്പി ചെയ്ത് കൊടുത്തിരിക്കുകയും ഡോക്ടർക്ക് വായിക്കാൻ വേണ്ടി ഇതിനിടയിൽ വായിരേ. John 1:18 it says no man has ever seen God at any time. But when it comes to John 14:7 it says you have known him and have seen him when he sees Jesus, when you see Jesus. അപ്പൊ എന്തുകൊണ്ടാണ് ആരും ഇതുവരെ പിതാവിനെ കാണാഞ്ഞേ? So why is it that no one has ever seen God? ഇപ്പൊ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും? എന്തുകൊണ്ടാണ് ഇതുവരെ ആരും പിതാവിനെ കാണാഞ്ഞേ? Why is it that no one has ever seen God? പറയൂ. What is the reason? ആരും ഇതുവരെ പുത്രനെ അറിഞ്ഞിട്ടില്ലായിരുന്നു. Because no one had known Jesus. പുത്രനെ അറിഞ്ഞാൽ If you know- പിതാവിനെ അറിയും. If you- പിതാവിനെ അറിഞ്ഞാൽ പുത്രനെ അറിഞ്ഞ ആ വാക്യം If you അതുപോലെ know തന്നെ വായിക്കണം. Jesus, you know God, or you can see him. John 14:7. It's John 14:7. 14:7. യോഹന്നാൻ 14:7. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. If you had known me, you would have known my Father also. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, Henceforth- അവനെ കണ്ടുമിരിക്കുന്നു. Henceforth you know him and have seen him. ആരെ അറിയുന്നു, ആരെ കണ്ടുമിരിക്കുന്നു? It is seeing, knowing whom and seeing whom. ആരും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ പിതാവിനെ ഇന്നു മുതൽ നിങ്ങൾ അറിയുന്നു, കണ്ടുമിരിക്കുന്നു. No one has seen God the Father, but Hey, Jesus says, വാ. henceforth you വലിയ know മിസ്റ്ററിയാ. him and have seen him. വലിയ മിസ്റ്ററിയാ. നിങ്ങളൊന്ന് പ്രിപ്പയർ ആക്കിയത് തുറക്കാൻ This is വേണ്ടി. a big mystery. ഹല്ലേലൂയ. Hallelujah. യോഹന്നാൻ സുവിശേഷം 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. It says John 1:18 no one has ever എന്നിട്ട് seen അവിടെ God. തന്നെ പറഞ്ഞിരിക്കുന്നു തന്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. The only begotten Son which is in the bosom of the Father has revealed him. ഹല്ലേലൂയ. Hallelujah. മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. The Son who's in the bosom of the Father has revealed him. അൺവെയിൽ ചെയ്തിരിക്കുന്നു. He has unveiled the Father. Father was veiled Father was veiled. before the sight of the people. Amen. Now Jesus unveiled the Father. Amen. പിതാവിനെ മറനീക്കി കാണിച്ചിരിക്കുന്നു. Now Jesus unveiled the Father here. ആ അൺവെയിലിംഗ് എങ്ങനെ നടക്കും? How does unveiling come? ആ മറനീക്കൽ എങ്ങനെ നടക്കും? How is the curtain removed? ആ മറനീക്കൽ നടക്കുന്ന ഇവിടെ പറഞ്ഞേ. That is how, what is said here. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ If you have known me, എന്റെ പിതാവിനെ അറിയുമായിരുന്നു. you would have known my Father. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, Henceforth you know him അവനെ കണ്ടുമിരിക്കുന്നു. and have seen him. ഓ, പിതാവിനെ കാണാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? How many want to see the Father? ആരും കാണാത്ത പിതാവിനെ ഇന്ന് നിങ്ങൾ കാണാൻ പോവാ. You're going to see the Father whom no one else has seen. മോശ കണ്ടിട്ടില്ല. Moses has not seen. മോശ കണ്ടത് അകമ്പടി പോയ ദൂതന്മാരെയാ. He only saw the angels which went. ഹല്ലേലൂയ. മന്ത്രി പോകുമ്പോ മന്ത്രിയുടെ പുറകെ പോകുന്ന വാലിനെയാ മോശ കണ്ടേ. He saw only the backside. സെക്യൂരിറ്റി അതിന്റെ പുറകെ പോകുന്നതിനെ കണ്ടേ. He only saw the security or the angels behind. മോശ കാണാത്ത നിങ്ങളെ കാണാൻ വിളിക്കുക. Now what Moses has not seen, you are called to see. ഫിലിപ്പോസിനെ വിളിക്കുകയാണ്. Philip is being called. എന്നെ കാണുന്നവൻ And he says, whoever has seen പിതാവിനെ me, കണ്ടിരിക്കുന്നു. if you see me, you have seen the നിങ്ങൾ Father. ഇന്നു മുതൽ Henceforth. ആ പദം ഭയങ്കരമാണ്. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ കണ്ടിരിക്കുന്നു. Henceforth you know him and have seen him. Oh Jesus. Oh Lord. Hallelujah. Hallelujah. ഒന്ന് പറഞ്ഞേ hallelujah. Hallelujah. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ അത് ഭയങ്കരമായിട്ട് പതിയണം. Let it come into our hearts very clearly today. Oh Jesus. ഇവിടെ തോമസിന്റെ
തോമസിന്റെ ക്വസ്റ്റ്യനും ഉണ്ട്, ഫിലിപ്പിന്റെ ക്വസ്റ്റ്യനും. There's a question of Thomas and the question of Philip as well. ഫിലിപ്പിന്റെ ക്വസ്റ്റ്യനും തോമസിന്റെ ക്വസ്റ്റ്യനും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. There are two differences between the question of Thomas and Philip. തോമസിന്റെ ക്വസ്റ്റ്യൻ കേൾക്കണം. You should listen to the question of Thomas. തോമസിന്റെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഓക്കെ. തോമസ് അവനോട് 14 John 14:5. John 14:5. തോമസ് അവനോട്, Thomas says, യേശു പറഞ്ഞു ഞാൻ പോവാന്ന്. Jesus says, I am going. അപ്പൊ തോമസ് അവനോട്, And then കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. Thomas says, Lord, we know not where you go, so how can we know the way? ഓക്കെ. അപ്പം ഇത് പറയാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ക്ലാരിറ്റി ഇച്ചിരൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറയാം. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം ഈ വേർഡ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നായിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത വ്യക്തികളല്ലാഞ്ഞിട്ടല്ല. The Father and the Son are one, not because they are not two people. Two persons. Two persons. രണ്ട് വ്യക്തികളാണ്. They are two persons. പക്ഷേ But അവരൊന്നായിരിക്കുന്നത് they are one. അവരുടെ ഇടയിലുള്ള ബന്ധം കൊണ്ടാണ്. It's because of the relationship between the two. ബന്ധം എന്ന വാക്ക് പോലും അവിടെ പറയാൻ പറ്റില്ല, കാരണം ബന്ധം ആരംഭിക്കുന്നത് ബന്ധങ്ങളിൽ നിന്നാണ്. Now we can't even say much of the relationship because it starts from relationship. From relations. അല്ലെ, എല്ലാ ബന്ധവും ബന്ധങ്ങളിൽ നിന്ന് ആരംഭിച്ച്. All the relationships start from relations. എല്ലാ ബന്ധവും നോക്കിക്കേ. Look at all the relationships. Every relation starts from the relations or relation. അതിൽ നിന്നാണ്. പക്ഷെ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് റിലേഷനിൽ നിന്നല്ല. Now this relationship does not start from a relation. ഇത് റിലേഷൻസിന് മുമ്പേ എക്സിസ്റ്റ് ചെയ്ത റിലേഷനാണ്. This is a relationship So we which can't say that is existed. relation. This existed before even relation started. അപ്പൊ റിലേഷന്റെ ഡെഫിനിഷൻ ആയത്. Now this is a definition of relation. Only you can define relation through the Trinitarian relation. Amen. ത്രിത്വബന്ധത്തിലൂടെ ആ ബന്ധം എന്ന വാക്കിന് പോലും ആവിർഭാവം. You can even describe relation describe. only with the relationship seen in the triune God. റിലേഷൻ പോലും അവിടെയാ തുടങ്ങുന്നത്. അവിടെ എല്ലാം അവിടെയാ തുടങ്ങിയിരിക്കുന്നത്. ഭാഷ അവിടെയാ തുടങ്ങിയിരിക്കുന്നത്. Everything has started there. Language started there. സൗന്ദര്യം അവിടെയാ തുടങ്ങിയിരിക്കുന്നത്. Beauty started there. The real beauty അവിടെയാ തുടങ്ങിയിരിക്കുന്നത്. Where did the real beauty start? എല്ലാം അവിടെയാ തുടങ്ങിയിരിക്കുന്നത്. It started in the relationship. ട്രൈബ്, languages, Tribes, nations, fragrances, beauty, എല്ലാം തുടങ്ങിയേക്കുന്ന അവിടുന്ന്. all these started in the relationship. അവിടെ പോയി നമ്മൾ ഇത് ഇത് ഈ ഒറിജിനൽ സോഴ്സ് പോയി കണ്ടുപിടിക്കുന്നതിലൂടെ ഈസിലി യു ക്യാൻ കണക്ട് ടു ഇറ്റ്. കാരണം ഇന്ന് കിട്ടുന്ന എല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. What you see here is duplicate. If you go to the source, the real source, you can connect to it well. മനസ്സിലായോ പറഞ്ഞത്? ബ്യൂട്ടിയുടെ ഒറിജിനൽ സോഴ്സ് എന്ന് പറയുന്നത് ട്രിനിറ്റി. The original source of beauty is Trinity. ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടൊന്നും അല്ല ബ്യൂട്ടി ടിപ്സ്. Beauty tips is all not what is available today. ഇത് 10 ദിവസം തേച്ച് കഴിഞ്ഞാൽ തേക്കുന്നിടത്ത് കുടിഞ്ഞു പോകും. അങ്ങനത്തെ സൂത്രമൊക്കെ ഇന്ന് കിട്ടുന്നേ. ഇതല്ല, ഇത് ഒറിജിനൽ ബ്യൂട്ടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന അല്ല. The original beauty is not what I do. അത് ക്രിയേറ്റഡ് അല്ല. That is not created. അത് ക്രിയേഷനാ. That's സൃഷ്ടിയാ. That is creation. അങ്ങോട്ട് പോയാൽ ഒത്തിരി പറയണം. ഇത് ഇങ്ങോട്ട് വാ. നീ എന്നെ അറിയുന്നോ എന്നാ നിനക്ക് കാണാം. അതെങ്കിലും പറയാം. എല്ലാം കൂടെ പറയാം. Well, he says, if you know me, you can see him. So തോമസിന്റെ ക്വസ്റ്റ്യൻ എങ്ങോട്ട് പോവാ? Now Thomas says, we don't know where you're going. How can we know the way? അപ്പൊ തോമസിന്റെ ആവശ്യം വഴി പറഞ്ഞു തരാമോ എന്നാ. Now Thomas is asking Jesus, can you show us the way? തോമസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വഴിയാണ് യേശു എന്ന്. Thomas never realized that Jesus is the way. തോമസ് വിചാരിച്ച് GPS അയച്ചു തരുമായിരിക്കും എന്നാ. ലൊക്കേഷൻ
Thomas thought that he would be shown what the way was. പക്ഷെ തോമസിന് മനസ്സിലായില്ല ഈ നിൽക്കുന്ന ആളുടെ അടുക്കലേക്കാ പോണ്ടേന്ന്. Now he doesn't realize that this is the person who's the way. ഡെസ്റ്റിനേഷനും ലൊക്കേഷനും ഒന്നാണ്. He didn't know that the location and the destination is the same. മനസ്സിലാന്നോ? തോമസ് പറഞ്ഞ അങ്ങോട്ടുള്ള വഴി പറഞ്ഞു തരാനാ പറഞ്ഞത്. So Thomas says, show me the way. യേശു പറയാ ഞാനാ വഴി. And Jesus says, I am the way. കുവൈറ്റ് ചെന്നിട്ട് ഈ 3 ഭാഗത്തെ ഒന്ന് പിടിക്കാൻ വേണ്ടി പോയതാ. വഴി, സത്യം, ജീവൻ. ഒരു രക്ഷയില്ല, ഗ്രഹിക്കത്തില്ല. വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലോട്ട് വരുന്ന ഏതാണെന്നറിയാം? When we think of the way, മോട്ടോർവേ. we think of a motorway. നമ്മൾ വണ്ടി ഓടിക്കുന്ന മോട്ടോർവേ. We look at a motorway and we say that is the way. നാഷണൽ ഹൈവേ. We look at a national highway. NH47, NH220 വളവ്. And then we say that is the way. യേശു വഴിയാന്ന് പറഞ്ഞപ്പോൾ യേശു റോഡാന്നല്ല പറഞ്ഞേ. When Jesus said I am the way, it doesn't mean that Jesus is the road. സീബ്രയിലൊക്കെ ഉള്ള റോഡാ യേശു. It is not that he's a road where there are zebra lines. സിഗ്നൽ ഉള്ള റോഡാ യേശു. ദൂതന്മാർ ഇടയ്ക്കിടയ്ക്ക് പച്ച, നീല, ചുമല, മഞ്ഞ എല്ലാം. He's not a road where there are signals അതല്ലേ or traffic lights. I am the road എന്നല്ല യേശു പറഞ്ഞേ. He didn't say he was a road. I am the way. He said he was a way. ഏതിലേക്കുള്ള way? What is the way leading to? ഞാനാണ് ഓപ്പണിംഗ്. I am the opening. പിതാവിലേക്കുള്ള ഓപ്പണിംഗ് ഞാൻ. So I am the opening to the Father. ഇത് തുടങ്ങുന്നത് ശരിക്കും എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. And Jesus says, in my Father's house are many mansions. ഞാൻ അങ്ങോട്ട് പോവാ. And he says, I'm going there. ഓക്കേ, അപ്പൊ പോകുന്ന വഴി. So what is the way to go? അപ്പൊ യേശു പറയാണ് Then Jesus വഴി says- ഞാനാ, സത്യവും ഞാനാ, ജീവനും ഞാനാ. And then Jesus says, I am the way, the truth and the life. ഹല്ലേലൂയ. Hallelujah. Verse 5. കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു. യേശു പറയാ, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. വഴിയും സത്യവും ജീവനും. Jesus says, I am the way, the truth and the life. No man comes to the Father but by me. ഹല്ലേലൂയ. Hallelujah. സോഴ്സ്. He is the source. ജീവൻ. അതാ That is life. ഞാൻ സോഴ്സാണ്. I am the source. ആ സോഴ്സിലൂടെ പോകാൻ ജീവിപ്പിക്കുന്നവനും ഞാനാണ്. I am the one who gives you life. ആ സോഴ്സ് എന്ന ട്രൂത്തും ഞാനാണ്. That source is the truth. ഞാൻ തന്നെ വഴി. And I am the way. ഇതാ യേശു ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. This is what Jesus is trying to ഇനി say. താഴേക്ക് പോന്നെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിയുന്നുവെങ്കിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. And then he says, if you had known me, you would have known my Father. വഴിയായ എന്നെ, If you, I who's the way, സത്യമായ എന്നെ, I who's the truth, ജീവനായ എന്നെ and I who's the life. നിങ്ങൾ അറിയുന്നുവെങ്കിൽ, If you know that three, നിങ്ങൾ പിതാവിനെ അറിയുമായിരുന്നു. you would have known the Father. അപ്പൊ യേശുവിനെ അറിയാ എന്ന് പറഞ്ഞാൽ, So if you know Jesus, ഉറവിടമായ യേശു, he is the source, സത്യമായ യേശു, he is the truth, വഴിയായ യേശു, he is the way, ജീവനായ യേശു. he is the life. ഈ യേശുവിനെ അറിയുക. So know this Jesus. ഇതെന്താ അറിയാ? ഇത് മൂന്നും ജോണിന്റെ, യോഹന്നാന്റെ മാസ്റ്റർ പീസ് വേർഡ്സ് ആണിത്. Now these three are the masterpiece words of John. ജീവൻ. Life. യോഹന്നാന്റെ വിശേഷത്തിൽ ജീവൻ എന്നുള്ള ഒറ്റ പദം അടിച്ചു നോക്കി, ഒന്ന് തപ്പി നോക്കി. So if you look at the word life in ജീവൻ. John, ജീവൻ. ഒറ്റ പ്രാവശ്യം നിങ്ങൾ യോഹന്നാന്റെ വിശേഷത്തിലെ ജീവനെ എല്ലാം കൂടെ ഒന്ന് എടുത്തൊന്ന് if പഠിച്ചു you നോക്കി. look at how many times life is said in the epistle of in John's gospel, 50 പ്രാവശ്യം. it says 50 times. നോക്കിയോ നിങ്ങൾ? നോക്കിയോ, ഞാൻ പറയുന്നല്ല, നോക്കിയോ. ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനും ഞാൻ നല്ല ഇടയനാടുകൾക്ക് വേണ്ടി തന്നെ ജീവൻ കൊടുക്കുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മണ്ണിൽ നിന്ന് മരിച്ചുപോയി, എന്നെ തിന്നുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. So in all these verses, John, it is said at least about 50 times
The word ജീവൻ life. ജീവൻ 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 തന്റെ ഏകജാതനായ പുത്രൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ജീവൻ 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 ലൈഫ് ആൻഡ് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. In him there was life and the life was the light of men. ജീവനുള്ള വെള്ളം, ജീവനുള്ള അപ്പം, ജീവൻ കൊടുക്കുന്ന ഷെപ്പേർഡ്. I am the good shepherd who gives the life for the sheep. ജീവൻ ജീവൻ ജീവൻ. അപ്പൊ ഈ ജീവൻ എന്നത് ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസാണ്. So the masterpiece of John is life. അടുത്ത അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ടതാണ് വഴി എന്ന് പറയുന്നത്. And the second masterpiece of his is the way. ഈ നമ്മൾ വഴി വേറെ എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? And then we'll be wondering, where is this way used? ഈ വഴിയുടെ 3 യൂസേജുകളാണ് യൂസ് There are 3 usages of the word I am way. the gate. ഞാൻ വാതിലാകുന്നു. He says, I am the gate. ഞാൻ വാതിലാകുന്നു. He says, I am the gate. I am the door. He says, I am the door. അവിടെ തന്നെ എടുത്തു പറയുമ്പോൾ ഞാൻ വാതിലുമാണ്, വാതിലൂടെ കടക്കുന്നവരുമാണ്. So in that it says, I am the door and I am the person who enters in as well. സത്യം, ട്രൂത്ത്. Where is the truth said? ട്രൂത്തും ഞാനാണ്. ഇത് I am the truth. അപ്പൊ ഇത് മൂന്നും ശരിക്കും ഇത് ഇച്ചിരൂടെ വിശദീകരിക്കണം. അല്ലെ പിന്നെ അത് പറയാൻ പോയ ഇത് പറയാൻ പറ്റില്ല, ഇത് പറയാൻ പോയ അത് പറയാൻ പറ്റില്ല. അപ്പൊ ഏത് പറയണം? ഇത് പറയാൻ. ഒന്ന് മിണ്ടിക്കേ ആമേൻ പറഞ്ഞു. ഒന്ന് ചാടി എഴുന്നേറ്റിട്ടൊന്ന് ഇരുന്നേ. Stand up and then sit down. ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് ഇരുന്നേ. Please be seated. ഒന്ന് ഫ്രഷ് ആയാലും ഇത് കാരണം ആരെയാ പിടിക്കുന്നത്, ആരെയാ ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയാമോ? Whom are we trying to understand? സൃഷ്ടാവിനെയാ. We are trying to understand or know the Creator. അപ്പം റീഫ്രഷ് ഇടയ്ക്ക് ചെയ്ത് അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ഇരുന്ന് പോകും. That's why we have to refresh ourselves. Verse 7 നോക്കിക്കോ. Go to John 14:7. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ If you have known me, എന്റെ പിതാവിനെ അറിയുമായിരുന്നു. you have known my Father also. ഇന്നു മുതൽ And henceforth നിങ്ങൾ അവനെ അറിയുന്നു. you know him. Question: നിങ്ങൾ ഇന്നു മുതൽ എങ്ങനെ അവനെ അറിയുന്നു? From today henceforth how will you know him? ഇന്നു മുതൽ നിങ്ങൾ എങ്ങനെ അവനെ അറിയുന്നു? How can you know him henceforth? It's talking about ഇന്നു മുതൽ. He says from now onwards. അത് പറഞ്ഞിട്ട് തൊട്ട് താഴെ യേശു വിശദീകരിക്കുന്ന മുഴുവൻ കേട്ടാൽ ഇന്നു മുതൽ നിങ്ങൾ പിതാവിനെ അറിയും. And then he says from henceforth, he explains and he says you will know him. Okay. എന്നെ കണ്ടവൻ 6 വിശദീകരണം നിങ്ങൾ എഴുതുന്നുണ്ടോ? And he's explaining how you can see the Father. ഇന്നു മുതൽ നിങ്ങൾ എങ്ങനെ പിതാവിനെ അറിയും? How will you know the Father? The explanations are given below. Okay. ഇനി അതിന്റെ 6 സ്റ്റെപ്പുകൾ അവിടെ It is പറയുന്നത്. the 6 steps he says. 6 എണ്ണം പറയാൻ പറ്റുമോ നോക്കാം. എന്നാലും പറ്റുന്നത്രയും പറയാം. പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു, എന്നാൽ ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഇതൊരു ഡിസൈറാ, സഫിഷ്യന്റ് ആണിത്. പിതാവിനെ കാണിച്ചതാ, അത് ഞങ്ങൾക്ക് സഫിഷ്യന്റ്, അത് മതി ഞങ്ങൾക്ക്. Where Philip says, show us the Father and that is sufficient for us. ഓക്കെ. താഴോട്ട് യേശു കൊണ്ടുപോവാണ്. യേശുവിനോട് ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും I have been with you so long. നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? And you have not known me, Philip. ഇനി മുതൽ നോക്കിയോ, എന്നെ കണ്ടവൻ The one who has seen me പിതാവിനെ കണ്ടിരിക്കുന്നു. has seen the Father. എന്നെ കണ്ടവൻ, If you have seen me, പിതാവിനെ കണ്ടിരിക്കുന്നു. you have seen the Father. എന്നിട്ട് പിന്നെ പിതാവിനെ കാണിച്ചു തരണമെന്ന് നീ എന്നോട് പറയുന്നത് എന്ത്? Then how say you, show me the Father? എന്നെ കണ്ടോ? Have you seen me? അയ്യോ കർത്താവേ, അങ്ങേ ഞങ്ങൾ എത്ര നാളായിട്ട് കാണുന്ന? So they are saying, we have seen you for such a long time. അപ്പോ ഉണ്ടാക്കി കൊടുക്കുന്ന സ്പോട്ടായിട്ട് ഐ വിറ്റ്നസസ് ആണ് ഞങ്ങള്. We have seen where you are making bread and giving. ഐ വിറ്റ്നസ് ആണ് ഞങ്ങള്. We are the eyewitnesses. ഞങ്ങളെങ്ങനെ എന്ന് പോലെ കാണുന്ന? We have seen you for so long. ഇനിയാണ് കർത്താവ് തുറക്കുന്നത്. And then Jesus opens it for them. ഞാൻ പിതാവിലും I am in the Father, പിതാവ് എന്നിലും and the Father is in me. ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? Believe that I am in the Father and Father is in me. നിങ്ങളോട് പറയുന്ന വചനം ഞാൻ സ്വന്തമായിട്ട് സംസാരിക്കുന്നത്, സ്വന്തമായിട്ടല്ല സംസാരിക്കുന്നത്. I am not speaking of my own. പിതാവ് എന്നിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. The words that I speak to you, I speak not of myself, but the Father that dwells in me,
he does the works. അപ്പൊ എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. So he says, whoever has seen me has seen the കർത്താവ് Father. ഞങ്ങൾക്ക് പിതാവിനെ ഇതുവരെ കാണാൻ പറ്റിയില്ലല്ലോ. So they are saying, we haven't seen the അപ്പൊ Father. ഒന്നാമത് യേശു പറയാ പ്രവൃത്തിയിലൂടെ കാണുക. So one he says, through the works see the Father. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിങ്ങൾ പിതാവിനെ കാണുക. Through the works that I do, you can see the Father. അതെങ്ങനെയാ പ്രവൃത്തിയിലൂടെ പിതാവിനെ കാണുന്നത്? How can we see through the works? അതാ യേശുവിടെ പറയുന്നത്. That is what Jesus says here. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി The works that I do, ഞാൻ പ്രവർത്തിച്ചതല്ല. it is not that I do. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, ഞാൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തി, The works that I do, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. it is a Father that dwells in me and does his work. അപ്പൊ രണ്ട് കാര്യം, ഒന്ന് സംസാരിച്ചിട്ടില്ല, രണ്ട് പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ സ്വന്തമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, ഞാൻ സ്വന്തമായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല. So Jesus says, I do not speak of my own and I do not work of my own. അതാ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. He says, I speak unto you, I speak not of myself. പിതാവ് എന്നിൽ സംസാരിക്കുന്നു. The Father in me speaks. അടുത്ത പറയാണ്, പിതാവ് എന്നെ സംസാരിക്കുന്നു, And the Father in me speaks. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. The Father dwells in me and does his work. ഓക്കെ, എന്നിട്ട് താഴേക്ക് പറയും, തന്റെ പ്രവൃത്തി പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി എന്ന് വിശ്വസിപ്പീൻ. Believe that I am in the Father and the Father is in me, or else at least believe for the very work's sake. ഒന്നെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് അത് വിശ്വസിപ്പീൻ, Either you believe അല്ലെ blindly, വർക്ക് കണ്ടത് വിശ്വസിപ്പീൻ. or at least look at the work seen and believe. ഓ ഹല്ലേലൂയ. Hallelujah. ഇനി അടുത്ത നോക്കിക്കോണേ. എന്നിട്ട് മൂന്നാമത്തേലോട്ട് പോവാം. And then he's going to the third one. ഒന്നേ വേർഡ് കേക്ക്, One is hearing the word, അല്ലെ വർക്ക് കാണാൻ, or you see the works. എന്നിട്ട് കർത്താവ് പറയും, ഇനി അതും അല്ലെങ്കിൽ If not these two, ഇച്ചിരി കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയേ. and then after some time you will see. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, Amen, amen, I say to you. ഞാൻ വിശ്വസിക്കുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. He that believes in me, the works that I do, he shall do. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് I go to the Father, അതിലും വലുത് ചെയ്യും. greater works will he do. അന്നേരമെങ്കിലും നിങ്ങൾ വിശ്വസിപ്പീൻ. At least then believe. ഒന്നേ സംസാരം കേട്ട് വിശ്വസിക്കുക, One is believe when he speaks, അല്ലെ പ്രവൃത്തി കേട്ട് വിശ്വസിക്കുക, or you see the works and believe, അല്ലെ നിങ്ങൾ പ്രവർത്തിക്കുന്ന കണ്ടെങ്കിലും വിശ്വസിക്കുക. or at least see the works that you do and believe. ഒന്നുകൂടെ പറ. At least believe when I speak, or believe in the works that I do, or you do the works and at least believe that is the work done by the Father. പിതാവിനെ കാണണം. If you want to see the Father, അപ്പൊ എന്നിലൂടെ പിതാവിനെ കാണണ്ടേ? you have to see the Father through me. എന്നിലൂടെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, If you have to see the Father through me, ഒന്നേ നിങ്ങൾ എന്റെ സംസാരം കേൾക്കണം, you hear what I speak, അല്ലെ നിങ്ങൾ എന്റെ പ്രവൃത്തി കാണണം. or you have to see my works. ഇത് രണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ Now, പറ്റത്തില്ലെങ്കിൽ, if you can't agree to both these, ഞാൻ പോയി കഴിയുമ്പോ when I go, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയത് ചെയ്യും. the one who believes in me will do greater works than I do, and at least believe then. എന്നെ വിശ്വാസം വേണ്ട, നിങ്ങളിൽ അത് ചെയ്യുമ്പോ നിങ്ങൾക്ക് വിശ്വാസമാവോ? If you can't believe me, at least when you do it, you can believe. നിങ്ങൾ അത് ചെയ്യുമ്പോ, When it is done by you, you can believe it. ഇതാ പത്രോസ് പറയുന്നേ. This is what Peter says. ഈ മുടത്തിന് എഴുന്നേ, അയ്യോ ഇത് ഞങ്ങൾ ചെയ്തല്ലേ, ഞങ്ങൾ ചെയ്തല്ലേ. When the lame man gets up, Peter says, this is not done by us. ഇത് ഞങ്ങൾ ചെയ്തല്ലേ, This is not what is done by ഞങ്ങളുടെ us. ഭക്തിയല്ലേ, ഞങ്ങളുടെ ശക്തിയല്ലേ. It is not our power or holiness. അയ്യോ ഇത് ഞങ്ങളല്ലേ. This is not us. പിതാവ് The Father, പുത്രനിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്ത പോലെ പിതാവ് പുത്രന്മാരിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുകയാ. as the Father was in the Son doing his works, the same Father is in the sons doing the works. Amen. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. ഓ അടിവരയിട്. Whatever you ask in my name, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരും. that I will do, that the Father may be glorified in the Son. പിതാവ് Whatever you ask in പുത്രനിൽ my name, മഹത്വപ്പെടേണ്ടതിന്
ചെയ്തു തരും. Father will do it for you so that the Father is glorified in the Son. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കണം, നിങ്ങൾ എന്റെ പേരിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. You shall ask in my name, and that നിങ്ങളെ ഓർത്തിട്ടല്ല, എന്നെ ഓർത്തിട്ട് because of എന്നെ me, മഹത്വപ്പെടുത്തേണ്ടതിന് so that പിതാവ് I may മറുപടി be തരും. glorified. എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് നിങ്ങൾ പുത്രന്റെ പേരിൽ അങ്ങോട്ട് കൊടുക്കും, പിതാവ് പുത്രന്റെ പേരിൽ ഇങ്ങോട്ട് തരും. Whatever you ask in my name, that he will do, because the Father may be glorified in the Son. ഞാൻ പുത്രന്റെ പേരിൽ ആപ്ലിക്കേഷൻ അവിടെ കൊടുത്തു. I give the application in Jesus' name to the Father. പിതാവ് പുത്രന്റെ കൈ കൊടുത്ത് എന്റെ കൈ തന്നു. And the reply comes from the Father through the Son to me. നേരിട്ട് ചെയ്താ പോരെ? Why can't you do it alone then? എന്നത്തിനാ എന്നെ നടുക്ക് യേശുവിനെ നിർത്തിയേക്കുന്നേ? Why is Jesus standing in the middle of this? യേശുവിനെ മാറ്റിയ ഞാനില്ല. If Jesus is removed, then I am not there. യേശു മാറിയാൽ ഞാനില്ല. If Jesus moves away, I am not there. ഞങ്ങൾക്ക് രണ്ടാകാൻ പറ്റില്ല. We are inseparable from Jesus. ഞങ്ങൾ രണ്ട് വ്യക്തികളാ. We are two persons. ഇങ്ങനത്തെ ഒരു റിലേഷൻ കണ്ടിട്ടുണ്ടോ? Have you ever seen this relationship? ഇങ്ങനത്തെ റിലേഷൻ കണ്ടിട്ടുണ്ടോ? Have you seen this sort of a relationship? ഇതിലേക്കാണ് നമ്മെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. We are being called in, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്, so that they might be one like us. My goodness. അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്, So that they might become one like us. they might be one like us. So that they might be one like us. നമ്മെ പോലെ ഒന്നാകണം. They might be അപ്പൊ one. ആദ്യം കേൾക്കണം നമ്മൾ എങ്ങനാ. So for that you have to know how we are first. ഞങ്ങൾ ഇൻസെപ്പറബിൾ. We are inseparable. ഞങ്ങളെ മാറ്റാൻ പറ്റില്ല. We cannot be removed. ഹല്ലേലൂയ. Hallelujah. ഞങ്ങൾ എപ്പോഴും ഒരാളെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. We always glorify. The Father glorifies the Son, Son glorifies the Father. ഞങ്ങൾ അങ്ങനാ. We are like that. ഒരാളെ കണ്ടാ മതി മറ്റേ ആളെ കണ്ട പോലെയാ. If you see one, if you see the Son, you have seen the Father. നിങ്ങൾ കണ്ടത് പുത്രനെയാണോ പിതാവിനെയാണോ എന്ന് നിങ്ങൾ സംശയിക്കും. You will be doubtful whether you have seen the Father or the Son. അത്രയ്ക്ക് ഞങ്ങൾ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. That is how inseparable we are. പരമമായ ഐക്യം, ദിവ്യമായ ഐക്യം. കരമടിച്ചൊന്ന് സ്വീകരിച്ച് അതിനെ, എന്റെ കർത്താവേ ഇത് എന്നിലേക്ക് വരട്ടെ. It is that divine unity. It is that eternal unity. We are called into it. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. So you will know. ഞാൻ ആ ഏഴാമത്തെ വാക്യം ഒന്ന് വിശദീകരിച്ച് You're അവസാനിപ്പിക്കും. going back to 14:7. John. നിങ്ങൾ എന്നെ 14:7. അറിഞ്ഞുവെങ്കിൽ If you have known me, നിങ്ങൾ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. you would have known my Father. So പിതാവിനെ അറിയണം, If you have to know the Father, പുത്രനെ അറിയണം. you have to know the Son. പിതാവിനെ കാണണം, You have to see the Father. പുത്രനെ കാണണം. You can see the Son. അപ്പൊ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. No one has ever seen അപ്പൊ God. ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത ഈ ദൈവത്തെ എങ്ങനെ കാണാം? How can one see that God who has never seen before? പിതാവ് വസിക്കുന്ന പുത്രനെ കാണാൻ. See the Son in whom the Father dwells. ഇതാണ് മേളി പറഞ്ഞ വാസസ്ഥലം. This is what is said, the mansions in heaven. പിതാവിനിലും ഞാൻ പിതാവിലും. I am in the Father and the Father is in me. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പീൻ. Believe that I am in the Father and the Father is in me. ഇനി കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ വലിയ ഡെപ്ത് അതിന്റെ. ഇതിപ്പോ എത്രത്തോളം ഇന്ന് തുറക്കാൻ പറ്റുന്നതാണ്. Okay. എന്നെ സ്നേഹിക്കുന്നവന്റെ വചനം പ്രമാണിക്കും. So John 14, verse 21. 14:21. He that has my commandments and keeps them, he is he who loves me, and he that loves me യോഹന്നാൻ 14:21. shall be loved by my Father, and I will love him, and we will manifest myself to him. നോക്കിയോ, എന്റെ കൽപ്പന പ്രമാണിച്ച്, എന്റെ കൽപ്പന ലഭിച്ച്, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കും. അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. So we will come and manifest myself to him. ഞാൻ അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. I will love him
and will manifest myself to him. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. The one that I love, my Father loves him. ഞാനും അവനെ സ്നേഹിക്കുന്നു. I also love him. അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. And will manifest myself to him. പല പ്രാവശ്യം വായിച്ചാലേ അത് കത്തുള്ളൂ. എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ He that obeys my എന്നെ commandments സ്നേഹിക്കുന്നവനാകുന്നു. is he that loves me. എന്നെ സ്നേഹിക്കുന്നവന്റെ പിതാവിനെ സ്നേഹിക്കുന്നു. He that loves me loves my Father. ഞാനും അവനെ സ്നേഹിച്ച് I also love him. അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. And will manifest myself to him. ആർക്ക്? Jesus manifesting to us. നേരത്തെ പറഞ്ഞ എന്നെ കാണുന്നായിരുന്നു. Previously he said, ഇപ്പൊ പറയുന്നത് you എന്നെ will തന്നെ see me. വെളിപ്പെടുത്തും. And now he says, I will manifest I will myself. reveal myself. I will reveal myself ഞാൻ to him. ആരാന്ന് വെളിപ്പെടുത്തും. I will reveal myself to him. ഹല്ലേലൂയ. Hallelujah. ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. I will manifest or reveal myself to him. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. He that loves me, my Father loves him. ഞാനും അവനെ സ്നേഹിച്ച് And I will love him അവന് എന്നെ തന്നെ and will manifest myself to him. അവന് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കും. I will reveal myself to him. പിതാവിനെ സ്നേഹിച്ചു. That is, you love the Father. ഓക്കെ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ പിതാവ് സ്നേഹിക്കും. Whoever loves me, my Father loves them. ജീസസ് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ When you say you love Jesus, പിതാവ് കയറി സ്നേഹിക്കും. the Father loves you. എന്നിട്ട് പറയാണ്, And then it says, ഞാൻ എന്നെ തന്നെ and I will അവന് വെളിപ്പെടുത്തും. manifest myself to him. Amen. ആ വെളിപ്പെടുത്തലാണ് It is that revealing. ഫിലിപ്പോസിന് ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിച്ചത്. This is that revealing what Jesus wanted Philip to have. അതാ മേളി പറയുന്നത്. That is why it says above. എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. That's why he says, whoever has seen me has seen the Father. ഓ, പിതാവിനെ പുത്രനിലൂടെ കാണുക. See the Father through the Son. വേർപെടുത്താനാവാത്ത വിധം They are inseparable. എന്തെല്ലാം എന്നിലുണ്ടോ അതെല്ലാം പിതാവിലുണ്ട്. പിതാവിൽ ഇല്ലാത്തതൊന്നും എന്നിലില്ല. ഇത്രമാത്രം പിതാവുമായി സകലത്തിലും തുല്യനായ. Whatever is there in the Father is there in me. Whatever is not there in me is not there in the Father. We both are equal. ആ എന്നെ നിങ്ങൾ കാണുക. See that me. Then you will see the Father. If you see me, you see the Father. നിങ്ങൾ ആ പിതാവിനെ കാണും. You will see the Father. ഇന്ന് കഠിനമായ ഒരു ആഗ്രഹം അകത്ത് ഉത്ഭവിക്കട്ടെ. Let there be that feeling. You want to see that. ആ thirst ഇന്നകത്ത് Let that ആരംഭിക്കട്ടെ. thirst come in to see the Father. എനിക്ക് പിതാവിനെ ഒന്ന് കാണണം. I want to see the Father. ആരിലൂടെ കാണണം? How will you see the Father? പുത്രനിലൂടെ കാണണം. Through the Son. പുത്രനിലൂടെ എങ്ങനെ കാണാൻ കഴിയും? How do you see the Father through the Son? കാണണമെങ്കിൽ അറിയണം. If you have to see, you have to know. അറിഞ്ഞാല് If you know him, കാണാൻ പറ്റും. then you can see him. യേശുവിനെ അറിഞ്ഞാൽ, If you know Jesus, ഇതൊരു വാക്കായിട്ട് തന്നെ പറഞ്ഞെന്ന് പഠിച്ച്, യേശുവിനെ അറിഞ്ഞാൽ if you know Jesus, പിതാവിനെ അറിയാം. you can know the Father. യേശുവിനെ കണ്ടാൽ, If you see Jesus, അറിവിലൂടെ യേശുവിനെ കണ്ടാൽ, by knowing, if you see Jesus, പിതാവിനെ കാണാം. you can see കാരണം God. യേശുവും പിതാവും Because Jesus and the Father, രണ്ട് വ്യക്തികളാണ്. they are two persons, പക്ഷെ വേർപെടുത്താനാവാത്തവണ്ണം but they are inseparable. പിതാവ് ഏതാ പുത്രൻ ഏതാ എന്ന് You won't know who's the Father and who's the Son. വേർപെടുത്താനാവാത്തവണ്ണം They are inseparable. സമ്മേളിച്ചിരിക്കുകയാണ്. They are together where you don't know who the Father. There is no gap between the two. ബന്ധത്തിലേക്ക് And into that relationship, നമ്മെ വിളിച്ചിരിക്കുകയാണ്. we are called. അതിന്റെ അർത്ഥം എന്താ? What's the meaning? ഇതിൽ കേറിയ നിന്നെ, If we are called into it, ഓ ഇത് പുത്രനാണോ, when we have entered it, you will be wondering, അതോ is this the Father? പുത്രന്മാരാണോ? Is this the Son or the sons? Amen. അതാ വചനം പറയുന്നത്, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ. That is why to be like the image of his Son. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നമ്മെ സ്നേഹത്തിൽ മുൻനിയമിച്ചിരിക്കുന്നു. He has predestined us to be the likeness of the Son. He has predestined us to be in the likeness of his Son. Amen. അവന്റെ സ്വരൂപത്തോട്, to be in the likeness of his Son. ഇനി ലൈക്നെസ് എന്നാന്ന് പറ. Now what is the likeness here? ഈ തുറക്കപ്പെടുന്ന മർമ്മം വല്ലം കിട്ടുന്നുണ്ടോ? തലയ്ക്കകത്ത് വല്ലം കേറുന്നുണ്ടോ? God created man in his image and likeness.
ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചു. God has created man in his image and his likeness. Now it's coming back. ആദം ദൈവത്തെ കണ്ടു. Adam had seen God. ആരിലൂടെ കണ്ടു? Whom did he see through? ട്രിനിറ്റിയില് In the Trinity, ഏദനിൽ നടക്കുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. there was a person who was walking in Eden. വെയിലാറുമ്പം In the evening, ആദത്തിന്റെ കൂടെ നടക്കുന്ന, there was a God who was walking ആദം with എന്ന Adam. മനുഷ്യന്റെ കൂടെ നടക്കുന്ന There was a God who was walking with ഒരു man. മനുഷ്യപുത്രനോട് സദൃശനായവനുണ്ടായിരുന്നു. There was a one who was similar to the Son of Man who walked with Adam in the Garden of Eden. ലൈക്നെസ്സിൽ ഇരുന്ന ആദത്തിന് Adam, who was in the likeness of God, ആ മനുഷ്യപുത്രനോട് സദൃശനായി സ്വർഗത്തിൽ ഉണ്ടായിരുന്നവന്റെ കൂടെ നടക്കാൻ കഴിഞ്ഞു. he could walk with the Son of God with the Son of God together in the Garden of Eden. When today when God opened your eyes, amen, you will see like Adam literally you can see like how Adam saw. ആദം ദൈവത്തെ കണ്ടതുപോലെ, As Adam saw God, ആദം ഏത് ദൈവത്തെ കണ്ടു? which God did Adam see? ആദം തൃത്വത്തിലെ In the triune God, Adam saw ആദത്തിന്റെ കൂടെ ഇറങ്ങി നടന്ന the one who walked with Adam, ആദത്തിന്റെ അച്ച്, the same mold of Adam. ഇന്നലെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് തുറന്നായിരുന്നു. ഇപ്പൊ കമ്പിവാചകത്തിൽ പറയാം, ഒന്ന് മനസ്സിലാവാൻ വേണ്ടി. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് യേശു. Jesus is the image of the invisible God. അദൃശ്യനായ ദൈവത്തിന്റെ He is the image of the invisible God. അപ്പൊ അദൃശ്യനായ ദൈവം തന്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് രൂപം ഇല്ലെന്നല്ലേ? അദൃശ്യം. When we say the invisible God created man in his image, so what was his image? That image and ട്രിനിറ്റിയിലെ ഇമേജ്, ആ ഇമേജ് ഉള്ള വ്യക്തി ഏത്? In the triune God, who had the image? Because we say on one side it is an invisible God. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. No one has ever seen God മടിയിരിക്കുന്ന പുത്രൻ, except the Son of God, Son who was in the bosom of the Father. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. He says he is the image of the invisible അവൻ God. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. He is the image of the invisible God. പ്രതിമ. He is the image. ആ ഐക്കോൺ വെച്ചാണ് ദൈവം ആദത്തെ ഉണ്ടാക്കുന്നത്. It is with this icon that Adam is made, or the mold. ഇമേജ് എന്നുള്ളതിന്റെ ആ വേർഡാ ഞാൻ പറയുന്നത്, ഐക്കോൺ. ആ ഐക്കോൺ വെച്ചാണ്, It is in that icon that Adam was created. ഇപ്പൊ ഇതാ ആ ഐക്കോണിന്റെ ഉടമസ്ഥനാ വന്നിരിക്കുന്നത്. Now the icon itself, അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം. now this is the image of the invisible God, that is Jesus. ആ ദൃശ്യരൂപം ഏതിന് നടന്നേ? ആദത്തിന്റെ കൂടെ. And that it was, ഏതിന് നടന്നേ? ആദത്തിന്റെ കൂടെ ഏതാ? ആ ദൃശ്യരൂപമാ. so it was this image of the invisible God which walked with Adam in the Garden of Eden. ആദം ഒരു മരുഭീചികയുടെ കീഴിലായിരുന്നു. ആദം ഒരു സമസ്യയുടെ കീഴിലായിരുന്നു. ആദം ഒരു പ്രത്യേക ഡലീമയിൽ, അതൊന്നുമല്ല. ആദം ഇങ്ങനെ പുക പോയി, ആദം പുകയുടെ പുറകെ പോയി. It is not that there was some smoke going there and Adam was walking behind the smoke. സ്മോക്ക് ഒന്നുമല്ല. Adam walked, he talked. He walked and talked with God there. സംസാരിക്കുക. Yeah. വെയിലാറുമ്പോ ഇറങ്ങി വരും. God used to come in the evening രണ്ടുപേരുടെ സംസാരിക്കുക. and they used to walk together and talk together. ആദമേ നീ എവിടെ?
And he says, Adam, where are you? എന്ന് സംസാരിക്കും. And they are talking daily. ഇപ്പൊ വിളിക്കുക. And now he's calling. ആ മോൾഡ് താഴോട്ട് വന്നു. That mold has come down. എന്നിട്ട് വിളിക്കുക. And then he calls. ഫിലിപ്പ്. And he calls Philip. ആദമേ. As he called Adam, ഫിലിപ്പ്. Philip, he's calling Philip as well. തോമസ്. He calls Thomas as well. ഈ മോൾഡിലോട്ട് വാ. Come into this mold. നമുക്ക് ആ പഴയ ബോണ്ടിലോട്ട് പോകാം. Let us go back to that bond. നമുക്ക് ആ പഴയ ബോണ്ടിലോട്ട് പോകാം. He's calling us into that same bond. He is calling us into the same bond. He is calling us into that same നമുക്ക് ആ bond. പഴയ ബോണ്ടിലോട്ട് പോകാം. Let us go back to that same bond. അതാ വിളിക്കുന്നത്. That is where the calling is coming here. എന്നെ നീ കാണ്. See me. I am the same person. I'm the same person. Amen. അതേ വ്യക്തിയാ ഞാൻ. I am the same person. എനിക്ക് വ്യത്യാസമില്ല. I have not changed. ഏദനിൽ നിന്റെ പൂർവ്വപിതാവായ ആദം കണ്ട ആ വ്യക്തിയാ നീ. I am the same person whom your forefather Adam saw. ഞാൻ പഴയ പോലെയാ. I am നീ the പഴയ same. പോലെ ആയാൽ നിനക്ക് എന്നെ കാണാം. I am the same. If you come back to that same image, you can see me. ഓ, Amen. നിന്റെ കണ്ണ് തുറന്നാ മതി. All you have to do is open your eyes. ഞാൻ Amen. സെയിം ആണ്. I am the same. അന്ന് ഏദനിൽ നടന്നു, ഇന്ന് ഭൂമിയിൽ നടക്കുന്നു. I am saved. പ്രോബ്ലം എന്റേതല്ല. Your eyes are blinded. നിന്റെ കണ്ണ് തുറന്നാൽ നിനക്ക് എന്നെ കാണാം. Amen. I was the same God who walked in the Garden of Eden. Jesus. I have come down to this earth. I am the same. The only thing is your eyes are blinded. I Open never your eyes. changed. ഞാൻ Amen. മാറിയിട്ടില്ല. I എനിക്ക് have മാറാനും changed. പറ്റിയല്ല. I am unchangeable. But you Amen. changed. Your eyes were blinded. Today is the Amen. day. Oh. Know me. Know me. എന്നെ Amen. അറിയുക. I do not change. I am the same God, but you have changed. Your eyes have become blinded. Open your eyes. See me today. Believe. Believe, ആദമേ. know me and see me. Know me. Amen. I am same. I am the same God. നിന്റെ കൂടെ വൈകുന്നേരം ഇറങ്ങി നടന്ന ആള് It was തന്നെയാണ്. the same God who walked with Adam in the evenings. I am unchangeable. Unchangeable God. എനിക്ക് മാറാൻ പറ്റിയല്ല. I cannot change. മാറാൻ പറ്റാത്ത ദൈവമാ ഞാൻ. I am the unchangeable എനിക്കൊരു God. വ്യത്യാസവുമില്ല. I do not change. എനിക്ക് പഴയ ഫെലോഷിപ്പ് വേണം. I want the same fellowship. ഓ, എനിക്ക് വേറെ ആരെയും വേണ്ട. I do not want anyone else. നീ അന്ന് കണ്ടതുപോലെ എന്നെ ഇന്ന് കാണ്. As I was seen before, see me അതിന് today. നിന്റെ കണ്ണ് ഞാൻ തുറക്കുകയാണ്. And He is opening ഇന്ന് നീ the eyes. അത് കാണും. Today you will see me. അതാ പറഞ്ഞു, ഇന്ന് മുതൽ. He said, henceforth, ഇന്ന് മുതൽ from right now, നിങ്ങൾ അവനെ അറിയുന്നു. you know Him. He was there before, but you didn't know. ഇന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. Henceforth you know Him. Amen. ഇന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. Henceforth you know Him. ഇന്ന് മുതൽ ഫിലിപ്പോസേ, He says, Philip, he is the same He's the same. yesterday, today and forever. He's the same yesterday. മാറ്റമോ Today. മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്തവൻ. In Him, He does not change. There's no shadow of variation ഫിലിപ്പോസേ, in Him. മാറിയത് ഞാനല്ല നീയാ. Philip, മാറേണ്ടതും ഞാനല്ല നീയാ. You are the ഇപ്പൊ one നീ who പറയാ changed. കാണിച്ചു തരണമെന്ന്. നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. കണ്ണ് തുറന്നാൽ നിനക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ ഭാവത്തിൽ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. well, He says, I'm the God who doesn't Oh, change. oh. You are the one who has changed. You are blinded. If you see today, you know me. You see that same God standing in front of you. ലോക രാജ്യങ്ങളിൽ നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, People who are seeing us worldwide. അന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ എന്നെ കാണും. Jesus told Philip, from ഇന്നത് henceforth you പറയുമ്പോൾ will ഞാൻ see him. നിങ്ങളോടും എന്നോടും പറയട്ടെ, I'm telling you all as well.
ഇന്നു മുതൽ നമ്മൾ അവനെ കാണും. Henceforth we will see him. Going back to the original fellowship. Going to the original fellowship. ആ പഴയ സൗഹൃദത്തിലേക്ക് തിരിച്ചു പോവുക. Going back to that same old fellowship. ഓ ദൈവം ഇറങ്ങി വരുന്നു, നീയും ഇറങ്ങി വരുന്നു. Well, God comes down and you are coming ആദം down. ദൈവത്തെ കണ്ടതുപോലെ, As Adam saw God, ഫിലിപ്പോസ് ദൈവത്തെ കണ്ടതുപോലെ, Philip saw God, തോമസ് ദൈവത്തെ കണ്ടതുപോലെ, as Thomas saw God. now it's your turn. Amen. ഇത് നിങ്ങളുടെ സമയമാണ്. This is your time. Know him, see him, Know and him. know him, and know him and see him. To know him and to see him. അവനെ അറിയുക, Know him. അവൻ സെയിം ആണെന്ന് അറിയുക. He is the same. അതാ അറിവ്. That is the knowledge. അടുത്തതാ കാഴ്ച. And second is seeing. അപ്പോൾ നിനക്ക് കാണാൻ കഴിയും. Then you can see him. അവൻ നിന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നു. He is standing right in front of ഇത് you. അത്ഭുതങ്ങളുടെ രാത്രിയാ. This is a day of night of Any miracles. miracle you can expect now. Any miracle can be expected. Any miracle. Amen. Because you are going back to the home. Amen. കാരണം നീ വീട്ടിലോട്ട് തിരിച്ചു പോവുക. You're going back home. നീ വീട്ടിലോട്ട് തിരിച്ചു പോവുക. You're going back home. ഫിലിപ്പോസേ, നീ ഇന്ന് പഴയ ഏതനിലെ ആദമാവുക. Oh, Philip, you are becoming the Adam of Eden. ഇനി എനിക്ക് നിന്റെ കൂടെ പഴയതുപോലെ നിൽക്കണം. I want to stand in the same way as I stood before. ഇനി നീ അവിടെയും ഞാൻ ഇവിടെയും എന്നല്ല, ഞങ്ങൾ വന്ന് അവരോട് കൂടെ വസിക്കും. Amen. Hey. It is not that I am there and you're here. We will come and dwell in എന്നെ you. Amen. എന്നെ അറിഞ്ഞ പിന്നെ എനിക്ക് അവിടെ നിനക്കിവിടെയുമില്ല. ഞങ്ങൾ വരും, ഞങ്ങൾ വന്ന് അവരോട് കൂടെ വസിക്കും. We will come and we will dwell among them. ഞങ്ങൾ വന്ന് അവരോട് കൂടെ വസിക്കും. ഇനി വരാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ വന്ന് അവരോട് കൂടെ വസിക്കും. ആ സമയം വന്നിരിക്കുന്നു. The time has come when we will come and we will dwell in you. God is separating mansions tonight. Amen. ദൈവം ഇന്ന് He is വാസസ്ഥലങ്ങളെ, separating mansions tonight. അന്ന് ഏതനായിരുന്നു ദൈവത്തിന്റെ വാസസ്ഥലം, ഇന്ന് ഞാനും നിങ്ങളുവാ ദൈവത്തിന്റെ വാസസ്ഥലം. Previously he was living in Whoa. Eden. Now we are the യേശുവിന്റെ mansions of നാമത്തിൽ God. തയ്യാറായിക്കോ. എന്തോ അസാധാരണമായ കാര്യങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ വേദിയാകുന്നു. എന്റെ ആത്മാവിൽ ഞാനത് അറിയുന്നു. ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉറപ്പ് തരുന്നു. The time has come. സമയം വന്നിരിക്കുന്നു. He says the time has come where you are the mansions. The Father and the Son is coming to dwell in you. ഞങ്ങൾ വന്നവരുടെ കൂടെ വസിക്കും. We will come and dwell in you. എന്നിട്ട് കർത്താവ് താഴെ പറയുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. Jesus says, I will never leave you or forsake you. ഞാൻ നിങ്ങളെ അനാഥരായി I വിടുകയില്ല. will never leave you orphans. Verse 18 വാക്യം, Go to യോഹന്നാൻ verse 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. I will not പറഞ്ഞതിന്റെ അർത്ഥം, leave you ഇനി എനിക്ക് നിങ്ങളെ പിരിയാൻ പറ്റില്ല. ഏതനി പിരിഞ്ഞത് ഇപ്പൊ ചേർന്നിരിക്കുന്നു. ഇനി എനിക്ക് നിങ്ങളെ പിരിയാൻ കഴിയുകയില്ല. Whatever was separated in Eden has come joined together. I cannot be inseparable from you from now. 23 വാക്യം, Go to verse 23. യേശു അവനോട്, Jesus എന്നെ said, സ്നേഹിക്കുന്നവന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവിനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. Jesus says, if a man loves me, he will keep my words. And my Father will love him. ഞങ്ങൾ വന്ന് We will come അവനോട് കൂടെ വാസം ചെയ്യും. and make our abode with him. Give me that. ഞങ്ങൾ വന്ന് We will അവനോട് come കൂടെ വാസം ചെയ്യും. and make our abode with ഞങ്ങൾ him. വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. We will come and make our abode with We him. will come. And ഞങ്ങൾ വരും. we will come. യേശു വരും. Jesus will come. യേശു വന്ന ഞങ്ങൾ വരും. When Jesus comes, ഞങ്ങൾ we പണ്ട് will ഏതനി come. വന്നതാ, We came in the Garden of Eden. അതുപോലെ ഇനി വരും. Same way. ഏതനി കൂടെ നടക്കാനല്ല, നിന്റെ അകത്ത് വസിക്കാൻ. It is not that we will walk with you. We will dwell in you. ഇനി വരുന്നത് തോട്ടത്തിൽ കൂടെ നടക്കാനല്ല, Now we are coming not to walk with you.
ഇനി വരുന്ന തോട്ടത്തിൽ കൂടെ നടക്കാനല്ല. We are not coming to walk with you. ഇനി വരുന്ന നിന്റെ ഉള്ളിൽ വസിക്കാനാ. We are coming to dwell in you. ഇനി ഉറപ്പ് പറയുന്നു. He gives that guarantee. അനാഥനായി ഏദനിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. He says, I will not leave you orphans anymore. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. I will not leave you orphans. യേശുവിന്റെ നാമത്തിൽ In the name of restoring the original stage. He is restoring the original stage. Come on. യേശുവിന്റെ നാമത്തിൽ. The mighty name of Jesus. സമയമായി brother. This is the time. സമയമായി സഹോദരാ. This is the time for that. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. എല്ലാ വിചാരങ്ങളും എല്ലാം ഇന്ന് കാറ്റിൽ പറക്കട്ടെ. Let all the thoughts be gone in Jesus' എല്ലാ name. നിരാശകളും ഇന്ന് കാറ്റിൽ പറക്കട്ടെ. Let all the disappointments be gone in Jesus. യുകെയിൽ എന്നെ കേൾക്കുന്നവർ, People who are hearing in ഇത് ഞാൻ UK. യുകെയിൽ വെച്ച് സംസാരിക്കുമ്പോൾ When I'm speaking from UK, ലോകം മുഴുവൻ ഇത് ഷെയർ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവർ, ready to share it to others. you are getting into the original stage. Amen. പഴയതിലോട്ട് തിരിച്ചു പോവാ. You are getting back into the original stage. Hallelujah. Hallelujah. നിങ്ങളുടെ കണ്ണിന്ന് കണ്ടേ പറ്റൂ. You have to see today. കാരണം ഏദനിലെ ആദത്തിന് കാഴ്ചക്കുറവില്ല. Because Adam in the Garden of Eden had good eyesight. നിങ്ങൾ ഡയബറ്റിക് ഇന്ന് സൗഖ്യമായ പറ്റൂ. You have to be getting well today. കാരണം ഏതെല്ലാം ആദത്തിന് ഡയബറ്റിക് ഇല്ല. Because Adam of Eden was not sick. യേശുവിൻ നാമത്തിൽ In the name of Jesus. ഇന്ന് കൊളസ്ട്രോൾ ലെവൽ നോർമലായേ പറ്റൂ. The cholesterol levels have to be normal. പുരാതന ശാപങ്ങൾ പൊട്ടിയേ പറ്റൂ. All the curses, സകല ഇരുട്ടിന്റെ അധികാരങ്ങൾ അഴിഞ്ഞേ പറ്റൂ. all the sicknesses have to be healed. Amen. Thank you, Jesus. Thank you, Lord. Jesus. Hallelujah. Hallelujah. നിങ്ങൾ എന്നെ എന്തെന്ന് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. I don't care. ഞാൻ അനുഭവിക്കുന്നത് ഞാൻ പറയുന്നു. I say what I experience, whatever you think or say about me. Oh my God. Thank you, Jesus. Hey. കുഞ്ഞു കാര്യത്തിലല്ല കൈപിടിച്ചേക്കുന്നേ. We are holding on to big things. ഞാൻ ഈ വിഷയം പഠിക്കാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞില്ലേ, When I said I was reading this, learning ഭയങ്കര this, സെൻസിറ്റീവായ വിഷയം. this is a very sensitive topic. തൊട്ടാ പൊള്ളും. നിന്നെ കൊണ്ടേ പോകത്തുള്ളത്. It will take you when you understand this. നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. You will enter into നിന്റെ it. സാഹചര്യം മുഴുവൻ മാറ്റിമറിക്കും. All your circumstances will രോഗം change. നിന്റെ പടിക്കകത്ത് കയറത്തില്ല. Sickness will not get into your house. കേഴ്സിലൂടെ വന്ന എല്ലാം ബ്ലെസ്സിങ്ങിലൂടെ പുറത്തു പോകും. All the curses will come out as blessings. വിളിച്ചു പറ. Call, tell, boldly say it. യേശുവിൻ നാമത്തിൽ. In the name of Jesus. ഇവിടെ വന്നിട്ട് എനിക്ക് ആസ്മയുണ്ടെന്ന് പറഞ്ഞ് ഇനി ഇരിക്കല്ലേ. Don't sit here saying you've got asthma. ഇന്ന് പറയണം, Say it ഞാൻ today. ഏതെല്ലോട്ട് തിരിച്ചു പോകും. When I go back, പഴയ ആസ്മ എനിക്ക് വേണ്ട. I do not want that asthma that I had. ഇനി ആ ഹസ്തിയുടെ പ്രശ്നമായിട്ട് ഞാൻ തിരിച്ചു പോകാൻ തയ്യാറല്ല. I am not ready to go back home with that problem in my ഇനി ആ bones. നെഞ്ചിന് വേണ്ടിയായിട്ട് ഞാൻ തിരിച്ചു പോകാൻ തയ്യാറല്ല. I am not ready to go back with the sickness that I Cast out had. the sickness. Casting out the sickness in the name of Jesus. Wow. Amen. Hey. Thank you, Lord. Hey. Thank you, Jesus. Arise and shine. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൻ വിട്ടുകൊടുത്ത ഫുട്ബോൾ പോലുള്ള ജീവിതം ഇന്ന് തീർത്താക്കണം. Stop that football life here. where you've been tossed about. തുടങ്ങണം ഒരു ജീവിതം. You should start a life. തുടങ്ങണം ഒരു ജീവിതം. You should start a life. Hey. പറയണം who you are and what is your identity. Amen. പറയണമെന്ന്. You should say who you are today. Know your identity today. സിംഹമാന്ന് പറഞ്ഞിട്ട് ഗർജിക്കാതിരുന്നിട്ട് എന്നാ കാര്യം? If you are the lion, know how to roar. നീ സിംഹമാന്ന് കാട്ടിലുള്ളവരൊക്കെ ഒന്ന് അറിയട്ടടാ. All should know that you are the lion. നീ സിംഹമാന്ന് പറയും പൂച്ചയെ പോലെ നടക്കുകയും ചെയ്യും. പിന്നെ എങ്ങനെ? What is it that you say you are a lion but you're walking like a cat? Learn to start roaring like a lion. Amen.
Amen. You are going back. നിന്നെ പിടിച്ചു കെട്ടാൻ ഒരു അതിർത്തിക്കും പറ്റത്തില്ല. No one can tie you back. You're going back to Eden. നിങ്ങൾക്ക് മതിയായിരിക്കും, പക്ഷെ എനിക്ക് മതിയാവുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഉള്ളൂ. Amen. ഇന്ന് ഇതിലോട്ട് കയറിക്കണം. എനിക്കൊരു മാറ്റം വന്നിട്ടില്ല ഫിലിപ്പോസേ. Jesus says, Philip, I have not changed. കണ്ണടഞ്ഞു പോയ നിന്റെയാ. Your eyes have been shut. ഏതെങ്കിലും നിന്റെ വല്യപ്പന്റെ കൂടെ നടന്ന അതേ ആളാ ഞാൻ. I was the same person who walked in the Garden of Eden. അതേ വ്യക്തിയാ ഞാൻ. It's the same person. അന്ന് ആദം പിതാവിനെ കണ്ടത്, Adam saw the Father എന്നെ കണ്ടപ്പോഴാ. when he saw Jesus. Amen. Thank you, Jesus. Thank you, Jesus. Amen. ലോകമെമ്പാടും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. I bless everyone who's watching this online. സർവശക്തനായ ദൈവമേ, Heavenly Father, thank you, Jesus. ഒരു മണിക്ക് Thank you, Jesus. ഉറക്കമളച്ച് ഇന്ത്യയിൽ നിന്ന് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. There are people who are waiting at midnight, waiting to see this. ഒരു പകർച്ച ഇന്ത്യയിലേക്ക് പോട്ടെ. Let it spread to India. Bring her. Let that spread to India. Bring her. കൊണ്ടുവാ മകളെ കൊണ്ടുവാ. എങ്ങനെയാണ് കർത്താവ് ഫില്ല് ചെയ്യുക? Bring her. I know you are moving back. You are going back into the original stage. Today, your situation is changing. നീ നിന്റെ കാര്യം തീരുമാനിക്കുന്ന സോളിസിറ്റേഴ്സ് അല്ല. Solicitors are not going to decide your circumstance. എന്നോട് ആ വേർഡ് പറയാൻ കർത്താവ് പറഞ്ഞോണ്ടാ ഞാൻ പറയുന്നത്. God said to tell you that word. ചരിത്രം മാറുവാ. Your destiny is changing. ചരിത്രം മാറുവാ. Your destiny is changing. നിന്റെ മുമ്പിൽ സ്വർഗം തുറക്കുന്നു. Heaven is opening for you. വലിയ മിറക്കിളിന്റെ സമയമാണ് നിന്റെ ജീവിതത്തിൽ. This is a time for miracle in your life. When you are turning into Adam, the mold, the image of Adam, set your daughter free. Set your daughter free. Jesus. The moment അതിന്റെ സമയമായി സഹോദരങ്ങളെ. It is time. The time has come.
The time has come. We are going back like the Adam in the Garden of Eden. Our eyes were once blinded. Our eyes are opening. Hey Philip, I am the same. He says, Philip, I am the same God. I do not I am the change. same person. I am the same person. Problem is not my problem. You have not seen because your eyes were blinded. I am opening your eyes today. Our eyes are being opened today. We are seeing that same son who walked with Adam. We are going back to the Garden of Eden. We are walking with him. We are talking with him. We are getting back into that same relationship. Adam walked with him. He talked with him. He had seen God. Let our eyes open to see that God. Let all the blind eyes be open today. Let us see God the same way that Adam had seen God in the Garden of Eden. Time വന്നിരിക്കുക. Oh, the time has come. സമയം വന്നിരിക്കുക. The time has come. That we should see. Oh, thank you, Lord. Our eyes are being opened. He is calling you. He's calling you. Stand here. Come. Oh Jesus. Send your Holy Spirit. Fill your daughter with your supernatural anointing. Oh, oh, Jesus is filling you. Oh. She's filled. She's filled. Ah. ഇവിടെ ഇരുന്ന് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളെല്ലാം വാ. Who wants to be prayed over? Come വാ വാ forwards. വാ എല്ലാവരും വാ. Come forwards. നമുക്ക് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാം. Let us pray for some time. Receive the sight. Receive the sight. Receive the sight. The കണ്ണിന് കാഴ്ച വ്യാപിക്കട്ടെ. Let your eyes be opened. കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാം. Let എല്ലാവരും your വാ. eyes be opened. വാ. ഹാ ഹാ. Oh God. Receive it. ഇരി അവിടെ ഇരി. ചെളി പറ്റട്ടെ, സാരമില്ല. നമുക്ക് തറയിരിക്കാൻ കുറച്ച് സമയം പ്രാർത്ഥിക്കാം. Sit and let us pray together. കസേരയിരുന്നു. Jesus, Father. This is, we are receiving. നീ എന്താ സ്വീകരിക്കുന്നറിയാമോളെ? You are receiving a total restoration from Adamic fall. Oh, ഇവിടെ കർത്താവ് ഫിൽ ചെയ്യുന്നു. ഇവിടെ കർത്താവ് ഫിൽ ചെയ്യുന്നു. You are being filled. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു പകർച്ച പരിശുദ്ധാത്മാവ് നിന്റെ മേലായി. You are being filled. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. What you haven't received before. ഇവിടെ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫിൽ ആവട്ടെ. Let everyone be filled. Hey Philip, I am the same one who walked in the Eden. Jesus says, I'm the same God who was in the Garden of Eden. Command ചെയ്തു. Command ചെയ്തു. ഈ മകന്റെ കുഞ്ഞ് അത്യപൂർവ ഇനത്തിലുള്ള ട്യൂമർ തലയിൽ വന്ന്
ഫസ്റ്റ് സ്റ്റേജ് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. സെക്കൻഡ് സ്റ്റേജ് വന്ന് ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലാത്ത തരത്തിൽ ആശുപത്രി ഉപേക്ഷിച്ചിരിക്കുകയാണ്. This person's son has been operated for a tumor and the doctors have said that they can do nothing more. ഇന്ന് ഈ വചനം ഇവിടെ വ്യാപിച്ചപ്പോൾ തന്നെ തിരുവല്ലായി സൗഖ്യം നടന്നു കഴിഞ്ഞു. As we were speaking itself, healing has happened in that place, in the hospital. ബയോപ്സിയുടെ റിസൾട്ട് ഇപ്പോഴേ, മാമോഗ്രാമിന്റെ ഒക്കെ റിസൾട്ട് ഇപ്പോഴേ അങ്ങ് പറഞ്ഞാൽ ഡോക്ടർ. എന്നോട് ഇപ്പോഴേ ആ റിപ്പോർട്ട് പറയുക, എന്റെ കുഞ്ഞ് സൗഖ്യമായിരിക്കും. The child is being healed. ദൈവമേ, ഭയങ്കരമായിട്ട് ദൈവമഹത്വം ഇറങ്ങും. ദൈവം ഇത് പ്രാർത്ഥിച്ചൊന്ന് നിർത്തല്ലേ, പ്രാർത്ഥിച്ചൊന്ന് നിർത്തരുതേ. ലൈവിൽ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ നിങ്ങൾക്ക് പോണേ പൊക്കോ, കുറച്ചു സമയം വേറെ ഇരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചു. ഭയങ്കര കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. Big things are happening here. Thank you, Lord. Thank you, Jesus. Thank you, Jesus.